കരമുയർത്തി ശബ്ദമുയർത്തി വീണ്ടും 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയുടെ മോർണിംഗ് സെക്ഷനിലേക്ക് നമുക്ക് വന്നു ചേരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ വ്യാഴം മുതൽ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവസഭ കഴിഞ്ഞ ദിനരാത്രങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ദൂതുകൾ ദൈവദാസന്മാർ കൂടെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ തികഞ്ഞ ഏകാഗ്രതയും പൂർണ്ണ മനസ്സോടും ഒക്കെയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. അങ്ങനെ മനസ്സോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ കഴിയും. വന്ന് ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, ബഹുമാന്യ പാസ്റ്റേഴ്സ് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സഭയുടെ ക്ഷണം സ്വീകരിച്ച് വന്നു ചേർന്ന അഭിഷക്തൻ ജോസ് പളുകൽ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മധ്യയെ ദൈവം അയച്ചു. ഇന്ന് പകലും രാത്രിയും നമ്മുടെ ദൈവവചനം സംസാരിപ്പാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന് ചേർന്ന ദൈവത്തിൻ്റെ അഭിഷക്തനെ ഹാർദമായി ഈ സമയം ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്നോട് സംസാരിക്കുന്ന ഒരു പകൽക്കാലമാണ്. ഹല്ലേലൂയ. ബലത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ, ശക്തിയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പൂർണ്ണ നിറഞ്ഞ മനസ്സോടെ ആയിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ചില പോരുകൾ എൻ്റെ കർത്താവ് അടിച്ചു മാറ്റുന്ന പകൽക്കാലമാണ്. ചില രോഗികൾ സൗഖ്യമാക്കുന്ന പകൽക്കാലമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ ഭാരപ്പെടുന്ന ചില വിഷയത്തിന്മേൽ, നീറുന്ന ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചലിക്കുന്ന പകൽക്കാലമാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. തുടർന്ന് എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ എല്ലാ സമയവും കർത്താവിൻ്റെ ദാസന് കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവിൻ്റെ ദാസൻ ജോസ് പളുകൽ അഭിഷേകത്തിനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് പകല് വീണ്ടും മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ വചനം യേശുവിൻ്റെ സാക്ഷി നിമിത്തം നിങ്ങളുടെ മധ്യയിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ സെഷൻ ലീഡ് ചെയ്യുന്ന ഈ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാനായ ദൈവദാസനോട് പ്രത്യേക എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. വേദിയിലിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷേകന്മാർ, മുമ്പിലായിരിക്കുന്ന ശ്രേഷ്ഠവരായ ദൈവത്തിൻ്റെ ജനം ഏവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ മൂടി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. 34-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയപ്പോൾ ദാവീദ് ഇങ്ങനെ പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. കർത്താവ് നല്ലവനെന്ന് ഇന്നലകൾ നമുക്ക് രുചിച്ചറിയുവാൻ ഭാഗ്യം തന്നല്ലോ. ഇന്നും അവൻ നല്ലവൻ തന്നെയാണ്. എന്നും അവൻ നല്ലവനാണ്. എന്നേക്കും അവൻ നല്ലവനാണ്. ഹല്ലേലൂയ. അപാതരങ്ങളെ തുറന്ന് അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്. ആമേൻ. ഹല്ലേലൂയ. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥന 3-ാമത്തെ പകൽ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ദൈവ സാന്നിധ്യത്താൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ അധികാരങ്ങൾ ദൈവം നമ്മുടെ മേൽ പകരട്ടെ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. പപ്പ ദിനത്തെ നീ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ ദൈവമുഖത്ത് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ നാമം മാത്രം ഉയരുവാൻ, കർത്താവിൻ്റെ നാമം മാത്രം ഇവിടെ മഹത്വപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളെക്കുറിച്ചുള്ള വിദ്യമായ ദൈവത്തിൻ്റെ ആലോചനകളെ പരിശുദ്ധാത്മ ഞങ്ങൾ നൽകി തരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ പൊന്നു പിതാവേ, ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അമ്മ സ്തോത്രം ചെയ്യുന്നു. വചനം ധ്യാനം എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നതൊക്കെ, പ്രാർത്ഥന ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുന്നതാണ്, ദൈവത്തോട് നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നതാണ്. സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. സ്തോത്രം ചെയ്യുന്നു. നമ്മെ പ്രസംഗിക്കുന്ന എന്നോടും കേൾവിക്കാരായ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ അള്ളപ്പാടുകളാണ്. കർത്താവ് ഓരോ ദൈവദാസന്മാരെ അയക്കുമ്പോൾ
നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരൊക്കെ പറയുമ്പോൾ അവിടെ കേൾക്കുന്നത് നാം അനുസരിക്കേണ്ടതും നാം കീഴ്പ്പെടേണ്ടതും നാം പിന്തുടരേണ്ടതായ ദൈവത്തിൻ്റെ ആലോചനകളാണ്. നാം അത് കേൾക്കുമ്പോൾ, നാം അത് അനുസരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരുന്നത്. സ്വതം ചെയ്യുന്നു. ആമേ, കുറേ ഇമോഷണലായ ചില വചനങ്ങൾ കേട്ട് നമ്മൾ ആത്മാവിലൊക്കെ ആരാധിച്ച് നമ്മളെ കടന്നു പോകുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായ ഈ വിടുതലുകൾ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ അനുസരിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അനുസരിക്കുന്ന യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനേക്കാൾ ഉപരി കേൾക്കുന്നത് അനുസരിക്കുന്നവരായി. ആമേ, ദൈവദാസന്മാർ, ഞങ്ങൾ പ്രസംഗിക്കുന്നേക്കാൾ നല്ലത് കുറച്ചേ പ്രസംഗിച്ചുള്ളെങ്കിലും അത് അനുസരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ദിവസങ്ങൾ സഹായിക്കട്ടെ. ആമേ, ഒരു പ്രസംഗത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി. പക്ഷേ ആമേ, ആ പ്രസംഗിക്കുന്ന പ്രസംഗനെ ന്യായം വിധിക്കാതിരിക്കണമെങ്കിൽ ആമേ, സ്വതം പ്രസംഗിക്കുന്ന വ്യക്തിക്ക് നീതി പുലർത്തുന്ന വിധത്തിൽ, ആമേ, അനുസരിക്കാൻ പറ്റുന്ന വിധത്തിൽ മാത്രമാണ് പ്രസംഗിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മെ ഇന്ന് പകൽ സഹായിക്കട്ടെ. ആമേ, സ്വതം ചെയ്യുന്ന ഒരു വലിയ പ്രസംഗത്തിന് വേണ്ടിയുള്ള ആമേ നിപ്പല്ല ഞാൻ നിൽക്കുന്നത്. എന്നോടും നിങ്ങളോടും കർത്താവ് എന്താണ് ഇടപെടുന്നത് അത് നമ്മൾ അനുസരിച്ച് കേട്ട് ആമേ, നാം ഇന്ന് പകൽക്കാലം മുമ്പോട്ട് പോകാൻ തയ്യാറായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തടയാൻ ഒരു പിശാചിനും കഴിയത്തില്ല. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ തടയാൻ ഒരു അന്ധകാരവും ഈ ഭൂമിയിൽ വളർന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഉൾപ്രദേശത്തിലൂടെയൊക്കെ പൗലോസ് തൻ്റെ മിഷണറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ യഹൂദന്മാരെന്നറിഞ്ഞപ്പോൾ തന്നെ ജാതികൾക്ക് ഭയം തട്ടി. ഹല്ലേലൂയ. യഹൂദ ജാതിയുടെ പ്രത്യേകതയല്ല, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്, അവൻ ദൈവത്തെ ആരാധിക്കുന്നവനാണ്, അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനെന്ന് കണ്ടപ്പോൾ അർത്തമിസിൻ്റെ ശക്തികൾക്ക് ക്ഷേത്രങ്ങൾക്കകത്ത് ഇരിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ആ ദേശത്തെ ഭരിച്ചുകൊണ്ടിരുന്ന അന്യാരാധന ബന്ധനങ്ങൾ ആമെ പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ ഇളകി ഓടിയെങ്കിൽ ഇത്രയും മക്കളിനകത്തിരുന്ന് ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ നമുക്ക് വിരോധവും പ്രതികൂലമായുള്ള ചില കൈയെഴുത്തുകളെ മായ്ച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ നമ്മിൽ കൊണ്ടുവരുക വലിയവനായ ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് അനുഭവിച്ചറിയുന്ന ശ്രേഷ്ഠരായ ദൈവമക്കളെ ഓർത്ത് ഞാൻ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടത്തില്ലെന്നും ഞാൻ നിന്നെ ഒരു നാൾ മറക്കത്തില്ലെന്നും ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ലെന്നും പറഞ്ഞ നാഥൻ ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ടെങ്കിൽ അവനുമായിട്ട് നമുക്ക് കാര്യമുള്ളത് ചില ഉള്ളകൾ വ്യാപരിക്കുന്ന ദേശത്തിന്റെ ആധിപത്യങ്ങളൊക്കെ ഈ പകൽക്കല ഉടഞ്ഞു മാറുന്ന പകലാണ്. രഗദന ഹദുനബലബ ശംദർക്കമനം അഭിമേലക്കിന്റെ ശക്തികൾ ദാവീദിനെ ഒതുക്കാൻ നോക്കുമ്പോൾ ദാവീദ് പറയുന്നു, എന്റെ ദൈവം നല്ലവനാണ് അഭിമേലക്ക്, നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നാല് ചുറ്റും അടയ്ക്കപ്പെട്ട ചുവരുകൾക്ക് നടുവിൽ മുൻപോട്ട് പോകാൻ വഴിയില്ലാതെ എന്ത് ചെയ്യുമെന്നുള്ള ചിന്താഭാരത്തിൽ മനസ്സ് കലങ്ങിയിരിക്കുന്ന ദാവീദ് ആത്മനീഹത്തോടെ വിളിച്ചു പറഞ്ഞു, യഹോവ നല്ലവനാണ്, ഇന്നലെ വരെ എന്റെ ദൈവം എനിക്ക് നല്ലവനായിരുന്നു. അതുകൊണ്ടാണ് അഭിമേലക്ക് നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല, നിനക്ക് എന്നെ ജീവൻ അപഹരിക്കാൻ പറ്റത്തില്ല. ദൈവസഭയെ വിളിച്ചു പറയാ, രോഗബന്ധനങ്ങൾക്കോ പൈശാചിക ശക്തികൾക്കോ ഇരുട്ടിന്റെ സ്വാധീനതകൾക്കോ ദൈവസഭയെ തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ പകൽക്കാല ഉൾപ്രദേശത്ത് കൂടി എഫെസോസിന്റെ ഉൾമണ്ണി കൂടി നടന്നുപോയ പൗലോസിന്റെ ചല്ലത്ത ദേശത്തിന്റെ ആധിപത്യം തകർന്നു പോയെങ്കിൽ ഇത്രയും മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി, നിന്റെ വിദ്യാഭ്യാസത്തിന് വിരോധമായി, നിന്റെ ഭാവിക്ക് വിരോധമായി ദേശത്തെ പ്രാപ്തിപ്പെടുത്തി ആടുന്ന എല്ലാ ദേശത്തിന്റെ ആധിപത്യങ്ങളെ ആത്മാവ് ഈ പകൽക്കാലം വെട്ടി മാറ്റിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ വ്യക്താക്കളാക്കി ദൈവം നമ്മെ പുറത്തെടുക്കുന്ന പകലായി മാറട്ടെ. ജനമൊരുമിച്ച് ആർപ്പെടുമ്പോ വാഗ്ദത്തത്തിലേക്ക് കാൽവയ്ക്കാൻ അനുവദിക്കത്തില്ലെന്ന് ദേശത്തെ വെല്ലുവിളിച്ച് ഉടമന ഹതനകടകഴി അലറിയടുക്കുന്ന ചെങ്കടനെയോ രഹസ്യമണ്ഡകൾക്കകത്ത് മരണത്തിന്റെ താഴ്വര ഒഴുകുന്ന യോർദാനെയോ വാഗ്ദത്തം നമ്മുടെ ജനം ഒരുമിച്ച് കീഴ്പ്പെടുത്തിയെങ്കിൽ ആത്മാവിയ സഭയോട് വിളിച്ചു പറയുക, നീ സ്തോത്രം ചെയ്യുമ്പോ, നീ പ്രാർത്ഥിക്കുമ്പോ, നീ അന്യ ഭാഷയിൽ ആരാധിക്കുമ്പോ ആധിപത്യം ഉടയേ
പറയുകയാണ്, ഉടവക്കമന ദേശത്ത് ആമെ തമെ തുമ്പിക്ക് പൊക്കി തല കുലുക്കിയും കൊണ്ട് ഇളകി നിൽക്കുന്ന ദേശത്തിന്റെ ആധിപത്യത്തെ ആത്മാവ് ഈ പകൽ വെട്ടിക്കളയാൻ പോകുക. ആത്മാക്കളെ വരവിനെ തടഞ്ഞുകൊണ്ട് ആത്മാക്കളെ ചെതറിപ്പിക്കുന്ന ആത്മാക്കളെ ഏകീഭവനങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഐക്യതകളെ നശിപ്പിച്ചുകൊണ്ട് ജനത്തെ ഉത്സകരായി വിടാതവണ്ണം മടിയരാക്കി അലസരാക്കി മന്ദതയുള്ളവരാക്കി മാറ്റുന്ന എല്ലാ ദേശത്തിന്റെ ആധിപത്യങ്ങൾ ഈ പകൽ തകർക്കാൻ പോകുക. സ്വർഗം ഉടച്ചു കളയാൻ പോകുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലത്തെ ചവിട്ട അധികാരം പ്രാപിച്ച ജനം ഒരുമിച്ച് ആർപ്പിടട്ടെ. അബ്ധരഘടകം ധീരഗജന രഗദന ഹദുനബലബ ഷൗഢമനബദന ഘടകക്ഷി ഹബ്ധരാദികൽക്കരാദേനഗജനാദി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മതി. എല്ലാവരും പരിശുദ്ധം നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമുക്ക് നൽകി തരുന്നത്. ജനം ഒരുമിച്ച് അപ്പോസ്തലന്മാർ ആമെ കൂടിയിരുന്നപ്പോൾ, ഹല്ലേലൂയ, അവരെ കുറിച്ച് അന്നത്തെ പരീശന്മാരും അന്നത്തെ അവിടുത്തെ ന്യായശാസ്ത്രിമാരൊക്കെ വിവരിച്ച ഒരു വിവരണമുണ്ട്. ഇവിടെ കയ്യാൽ അസാധാരണ ദൈവപ്രവർത്തികൾ നടക്കുന്നു. ഹല്ലേലൂയ. അതെങ്ങനെ സംഭവിക്കുന്നു? അവരവരെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് അവർ പഠിപ്പില്ലാത്തവർ, അവർ അറിവില്ലാത്തവർ, ലോകത്തിൻ്റെ ഒരു ജ്ഞാനവും അവരുടെ മേൽ കാണാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ അസാധാരണ ദൈവശക്തി ഇവരകത്ത് വ്യാപരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. പക്ഷെ യേശു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആമെ സ്വതം ചെയ്യുന്നു. ആമെ പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യമില്ല. സ്വതം ചെയ്യുന്നു. ആമെ ഒരു കാലത്ത് നമ്മയൊക്കെ അറിയപ്പെടുന്ന പ്രാർത്ഥനക്കാരെന്നാണ്. സ്വതം ചെയ്യുന്നു. ആമെ കാരണം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യതയും പ്രാർത്ഥനകൾക്ക് സമയവും വേർതിരിക്കുന്ന ഒരു കാലഘട്ടം ദൈവസഭയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു പ്രതിസന്ധി വന്നാൽ, ഒരു ആവശ്യഘട്ടങ്ങൾ വന്നാൽ ആമെ ചിലരെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആ വിഷയത്തിൻ്റെ വിടൽ കാണാതെ എഴുന്നേൽക്കുന്നില്ല. സ്വതം ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥനയായി ഉരുവായതാണ് 1-2 പേരൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാത്ത, ആമെ വളരെ വചന പാണ്ഡിത്യമില്ലാത്ത 1-2 സഹോദരന്മാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ ചില കൂട്ടായ്മകളാണ് ഇന്ന് ദേശം അറിയപ്പെടുന്ന ദൈവസഭകളായി പന്തലിച്ച് നിൽക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ അടിസ്ഥാനമൊക്കെ എന്ന് പറയുന്നത് പ്രാർത്ഥനയാൽ ആരംഭിച്ചതാണ്. അതുകൊണ്ടാണ് പിശാചും മനുഷ്യനും അതിനൊക്കെ പിഴുതെറിയാൻ നോക്കിയിട്ട് ആമെ പിഴുതെറിയാൻ വന്നവൻ തകർന്നതല്ലാതെ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നവനെ തടയാൻ ഒരു പിശാചിനും കഴിയത്തില്ല. എത്ര പേർക്ക് ആമയും പറയാൻ പറ്റോ? നിന്റെ കുടുംബത്തിന് വിരോധമായി ശത്രു പലപ്പോഴും എഴുന്നേറ്റ് വന്നിട്ട് നീ തകരാത്തതിന്റെ കാരണം ആമെ പ്രാർത്ഥനയിൽ നീ വളർന്നു വന്നതുകൊണ്ട്. പക്ഷെ ഇന്ന് പകൽ ദൈവസഭയോട് ഞാൻ വിവേചിച്ച് പറയാ, എവിടെയൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഭംഗം വന്നിട്ടുണ്ട്, എവിടെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവസഭ നോക്കി പരിശുദ്ധ പ്രവചിക്കുന്നത് ആമെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആമെ ഉണ്ടായിരുന്നതോ ഇന്ന് കാലകരണപ്പെട്ടുപോയതുമായ പ്രാർത്ഥനയിലേക്ക് ദൈവസഭ മടങ്ങി വരാൻ തയ്യാറായ ആമ നിന്റെ കയ്യ വീര്യപ്രവർത്തിക നടക്കും കുഞ്ഞ്. നിന്റെ കുടുംബം വേശത വളരുക തന്നെ ചെയ്യോ. നിന്റെ കുടുംബത്തിന് വിരോധമായി ആമ നിന്റെ കുടുംബത്തിന്റെ ആമ മണ്ടയിൽ പടന്നു കിടക്കുന്ന ദേശത്തിന്റെ ആധിപത്യത്തിന്റെ കൊമ്പുകളെ ആത്മാവീ പകനെ വെട്ടിക്കളഞ്ഞിട്ട് ദേശനടി തലപൊക്കാൻ കഴിയാതെ, ഉയരുവാൻ കഴിയാതെ, വളരുവാൻ കഴിയാതെ, ഒരു ഭാഗത്ത് വാക്തത്വമുണ്ടെങ്കിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയാതെ ദേശത്ത് വെളിപ്പെട്ട് വരുന്ന ഇരുട്ടിന്റെ സ്വാധീനതകളുമേ ദൈവസഭയ്ക്ക് ദൈവം ജയം തന്നുകൊണ്ട് ഈ വാസം 3-ാമത്തെ പൽക്കാലം ആമ ദൈവത്തിന്റെ മഹത്വമാക്കി ആമ ജനത്തെ വേദനിച്ച് കാണിക്കുന്ന ദൈവത്തിന്റെ വലിയ കരുതലുകൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്.
ഹല്ലേലൂയ. ഒരു കാലത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി ആമേ പണിയപ്പെട്ട യാഗപീഠങ്ങൾ നമ്മ രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അതൊക്കെ ഇടിഞ്ഞു കിടക്കുകയാണ്. ഹല്ലേലൂയ. ദേശത്ത് മാത്രമല്ല, സഭയിൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, വ്യക്തികളിൽ പോലും ആമേ പലരുടെ ഇടിഞ്ഞ യാഗപീഠങ്ങൾ ഇടിഞ്ഞു കിടക്കുന്ന അനുഭവങ്ങളെ ആത്മാവ് ഈ പൽക്കാലം വെളിപ്പെടുത്തുകയാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് ആമേ സ്തോത്രം ചെയ്യുന്ന മാറാനാഥ PMB ചർച്ചിൽ ഇന്ന് പകലും രാത്രിയും പ്രസംഗിക്കുന്ന വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറി തരുന്നത്. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം പണിയാൻ തയ്യാറായാൽ നിന്റെ യാഗപീഠം തീയിറങ്ങാൻ പോകുകയാണ്. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം ദൈവസഭ പണിയാൻ തയ്യാറായ, അത് വ്യക്തികളായിട്ടോ കുടുംബങ്ങളായിട്ടോ അത് ശുശ്രൂഷ തലത്തിനകത്ത് പണിയാൻ തയ്യാറായ ആമേ സ്തോത്രം നൂറുകണക്കിന് അസേറിയുടെയും ബാലിന്റെയും പ്രവാചകന്മാരെ മുട്ടമടക്കിക്കുന്ന ദൈവത്തിന്റെ വീര്യ പ്രവർത്തികൾ ആമേ സഭയ്ക്കകത്തു നിന്ന്, കുടുംബങ്ങൾക്കകത്തു നിന്ന്, ശുശ്രൂഷയ്ക്കകത്തു നിന്ന്, വ്യക്തികൾക്കകത്തു നിന്ന് ആമേ പുറത്തു കൊണ്ടുവന്ന് ചില അടഞ്ഞു കിടക്കുന്ന ആകാശങ്ങളെ പോലും ആമേ തുറന്നു കൊണ്ടുവരുന്ന അഭിഷേകത്തിന്റെ കൈമാറ്റങ്ങൾ ദൈവസഭയ്ക്ക് അത് കൈമാറി തരുക. ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് പകൽക്കാലം പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മ ദൈവസഭയ്ക്ക് ഈ പകൽക്കാലം ദൂത് കൈമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഏലിയാവിന്റെ മനസ്സിലായി എന്റെ മുമ്പിൽ നിൽക്കുന്ന 850 പേരും സാധാരണക്കാരല്ല. ഇസബലിന്റെയും ആഹാബിന്റെയും 850 പേര് നിൽക്കുമ്പോൾ ആമേ പഴയ ഒരു അനുഭവത്തിലൊന്നും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം യാഗപീഠത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഹല്ലേലൂയ. ഒരു കാലത്ത് പ്രാർത്ഥന വെളിപ്പെട്ട, ഒരു കാലത്ത് ആരാധന വെളിപ്പെട്ട, ഒരു കാലത്ത് കൃത്യമായി യാഗം നടന്ന യാഗപീഠത്തിലേക്ക് ഭക്തൻ നോക്കിയപ്പോൾ അത് ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഒരു പ്രസംഗ വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്. ആമേ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് ഇന്ന് പകൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നമ്മുടെ യാഗപീഠം എങ്ങനെയുണ്ട്? ഹല്ലേലൂയ. ആമേ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ യാഗപീഠം എങ്ങനെയുണ്ട്? നാം കൈയടിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പ്രസംഗിക്കുന്നവരൊക്കെ പറയുമ്പോൾ വ്യക്തിപരമാകുന്ന പ്രാർത്ഥന ജീവിതം എങ്ങനെയുണ്ട്? അതൊന്ന് പുനഃപരിശോധിച്ചുകൊണ്ട് ഇന്ന് പൽക്കാലം നഷ്ടപ്പെട്ട പ്രാർത്ഥനയിലേക്ക്, നഷ്ടപ്പെട്ട ദൈവകൃപയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാൻ കഴിയുമെങ്കിൽ ആത്മാവിനെ പ്രവചിച്ചു പറയാ, ഞാൻ നീ അത്ഭുതങ്ങളെ കണ്ടു തുടങ്ങാൻ പോകുകയാണ്. അത്ഭുതം കണ്ടു തുടങ്ങാൻ പോകുകയാണ്. അതുകൊണ്ടാണ് അന്നത്തെ ജനസമൂഹം ചോദിച്ചത്, ഇവർക്ക് പഠിപ്പില്ലെങ്കിലോ, ഇവർക്ക് അറിവില്ലെങ്കിലോ, ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ചെറുതല്ല, അസാധാരണ ദൈവശക്തി ഇവരകത്ത് വ്യാപരിക്കുക. നമുക്ക് അപ്പോസ്തലന്മാരോട് ചോദിക്കുക, എവിടെ നിന്ന് ഇത് കിട്ടിയത്? ഹല്ലേലൂയ. ഇത് ഉയർത്തിനാ കിട്ടിയത്. ഇത് ഉയർത്തിന്ന് കിട്ടാൻ എന്താ ചെയ്തത്? മുട്ടുമടക്കം അവർ തയ്യാറായി. ഹല്ലേലൂയ. അന്തരാദികൾക്കന വൈഷമനാദി ഇന്ന് പൽക്കാല ദൈവസഭയിൽ ഞാൻ പറയാ, മുട്ടുമടക്കം തയ്യാറായ വിഷയങ്ങൾ വരുമ്പോൾ, ആവശ്യഘട്ടങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ശോധനകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, കണ്ണുനീരുകൾ വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ ഒരു പായം എടുത്തിട്ടുകൊണ്ട് ദൈവസന്നെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. ജനം തയ്യാറായ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയാണ്. നീ ദൈവത്തിന്റെ മഹത്വത്തെ കാണാൻ പോകുകയാണ്. നീ ദൈവത്തെ മഹത്വത്തെ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേ പെട്ടെന്നുണ്ടായ പൊടുന്നതിനുണ്ടായ ഒരു വലിയ സംഭവത്തിന് മുമ്പിൽ മാർത്തയും മറിയയോ വേദനയോടെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, ഇപ്പൊ ഒരു മരണ വീടാകുമ്പോൾ പല ആൾക്കാരും വന്നു പോകാറുണ്ടല്ലോ. അവരൊക്കെ സൽക്കരിച്ചും അവരൊക്കെ ക്ഷേമം അന്വേഷിച്ചൊക്കെ സുഖവിവരങ്ങൾ അറിയിച്ച് വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ അവരോടൊക്കെ വിവരിച്ച് മാർത്ത ഇങ്ങനെ ഓൾ റൗണ്ടായി നിൽക്കുന്ന സമയത്ത് അവിടെ ഒന്നും സ്റ്റെപ്പ് എടുക്കാതെ ദൈവസന്നിധിയിൽ ഒരു വ്യക്തി കാത്തിരിക്കുകയാണ്. അവളെ പേര് മറിയ. സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചോദിക്കാൻ, മറിയേ, നിനക്ക് ആരോട് വിശേഷം ചോദിക്കാനില്ലേ? നിനക്കാണ് വിശേഷങ്ങളൊന്നും പറയാനില്ലേ? ഈ വീട്ടിൽ കാണുന്നത് എത്രയോ ഒരു മരണ വീടും കല്യാണ വീടൊക്കെ വരുമ്പോഴാണല്ലോ എല്ലാവരും ഒക്കെ വന്നെത്തുന്നത്. അവിടെ ഒന്നും പറയാനും സംസാരിക്കാനൊന്നുമില്ലേ? മറിയ പറയുന്നു, എനിക്ക് സംസാരിക്കേണ്ട ഇതുവരെ വന്നിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ ഹൃദയം പകരേണ്ടവൻ, എന്നെ നന്നായി അറിയുന്നവൻ ഇതുവരെ വന്നില്ല. അവൻ വരും. അവനായാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഞാൻ
സഭയോട് പറയാ, നിന്നെ നന്നായി അറിയുന്നവൻ ഇന്ന് പകൽ ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. അവനുമായിട്ടാണ് നിനക്ക് കാര്യമുള്ളതെങ്കിൽ, നിന്റെ ഹൃദയം അവന്റെ സന്നിധിയിൽ ഒന്ന് പകരാൻ പറ്റുമെങ്കിൽ, നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ ഒപ്പിയെടുത്ത് നിന്റെ കണ്ണിക്കുടി ഒഴുകുന്ന കണ്ണുനീരുകളെ തുടച്ചു മാറ്റി നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് നിന്നെ അണയ്ക്കും ദൈവ സാന്നിധ്യം ഇന്ന് പൽക്കാല ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഉടമനസ്യാവിന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞ നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന തള്ളയാടുകളെ പതുക്കെ പതുക്കെ നടത്തുകയോ കുഞ്ഞാടുകളെ ഭുജത്തിൽ വഹിക്കുകയോ അതിനെ മാറോട് ചേർത്ത് പിടിക്കാൻ കഴിവുള്ള നസ്രനായ യേശു ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് അനുഭവിക്കാൻ ഇത്രവർ കഴിയുന്നുണ്ട്. ആമ ഇന്ന് പകൽ ആമ നിന്നെ മാറോട് അണച്ചു പിടിക്കണ ദൈവ സാന്നിധ്യം, നിന്നെ ഭുജങ്ങൾ എടുക്കണ ദൈവ സാന്നിധ്യം നിന്നെ പതുക്കെ പതുക്കെ നടത്തി ഈ സൂക്ഷ്മ മരുഭൂമിയിൽ ആമ പകച്ചു പോകാതെ, തകർന്നു പോകാതെ, വീണു പോകാതെ നിന്നെ ഇതുവരെ നടത്തിയെങ്കിൽ ആമ പലപ്പോഴും ചോദിച്ചിട്ടില്ല, കർത്താവ് എനിക്ക് മുമ്പോട്ടാൻ പറ്റുന്നില്ല, ഞാൻ ക്ഷീണിതയാണ്, ഞാൻ രോഗിയാണ്, എന്നെ കൊണ്ട് കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പോഴോ നിന്നെ കൈവിടാതെ, നിന്നെ മറന്നു കളയാതെ നിന്നെ ഭുജത്തിൽ വഹിച്ച നാഥൻ ഇന്ന് പകൽ ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. അവൻ അനുഭവിച്ചറിയാൻ എത്ര കഴിയുന്നുണ്ട്, അവനെ കാണാൻ കഴിയുന്നുണ്ട്. നിന്റെ വിശ്വാസ കണ്ണ് തുറന്ന് നീ അവനെ ഒന്ന് കാണുക, അവനെ ഒന്ന് അനുഭവിക്കുക. വെറും ഒരു പ്രാർത്ഥനയല്ല, ഒരു ചടങ്ങിന്റെ ഉപവാസമല്ല. ഇന്നത്തെ പ്രാർത്ഥനയെ ദൈവത്തിന്റെ സാമീപ്യം അനുഭവിക്കുക, ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുക, ദൈവിക സൗഖ്യം അനുഭവിക്കുക, ദൈവിക വിടുതൽ അനുഭവിപ്പ. ഇന്ന് രാത്രി പ്രാപ്തി പ്രാപീര് ആ ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. തീയുടെ മണമേൽക്കാതെ നടത്താൻ കഴിവുള്ളവർ, എത്ര ഘോര ചൂടേറിയ മരുഭൂമിയിലോ അവൻ നമ്മെ നടത്താൻ കഴിവുള്ളവന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുന്നതിന് ഞാൻ ദൈവത്തിന്റെ പൽക്കാലം വാഴ്ത്തുകയാണ്. ഇന്ന് പൽക്കാലം അവൻ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവരുടെ മുമ്പിൽ കഴിക്കുന്നതല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയം പകരുന്നതാണ്. ഹൃദയം ആരുടെ മുമ്പിൽ പകരേണ്ടത്? നസ്രായിന്റെ മുമ്പിലാണ് ഹൃദയം പകരേണ്ടത്. ഹല്ലേലൂയ. ആമേ. ചില ആൾക്കാര് കൂട്ടുവിശ്വാസികളെ സഹോദരന്മാരൊക്കെ കിട്ടിക്കഴിഞ്ഞ ഹൃദയം പകരും, ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. എന്റെ ഹൃദയം പകരേണ്ടത് കർത്തൃപാദപീഠത്തിലായിരിക്കട്ടെ. ദാവീദ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് എൻ്റെ ദൈവത്തോട് കരയും. നമുക്ക് ചോദിക്കും, എന്തിനാ ദൈവത്തോട് കരയുന്നത്? എന്തിനാ സങ്കടം ദൈവത്തോട് ബാധിക്കുന്നത്? ദാവീദ് പറയൂ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡം നിന്റെ അടുക്കലേക്ക് വരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാൻ ഈ ഭാഗം പറയുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് ഉയരുന്ന ഹൃദയത്തിന് മധുരങ്ങളും നാവുകളും ഉയരുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടിയുമായി ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ആത്മീയ കണ്ണാൽ അത് കാണാൻ കഴിയുന്നുണ്ടോ? അത് ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയട്ടെ. ഇന്ന് പൽക്കാലം നീ ബന്ധസ്ഥനായി, നീ വ്യാധിസ്ഥനായി നീനകത്തിരിക്കുന്നെങ്കിൽ, നീ ഇന്ന് ശുശ്രൂഷ കഴിയുമ്പോൾ സൗഖ്യമുള്ളവളായി, സൗഖ്യമുള്ളവനായി ദൈവത്തിന്റെ കരുതലുകൾ, ദൈവത്തിന്റെ സൗഖ്യങ്ങൾ, ദൈവത്തിന്റെ വിടുതലുകൾ, ദൈവിക സ്പർശനങ്ങൾ അനുഭവിച്ചറിയുന്നവരാക്കി ദൈവം നമ്മളെ മാറ്റട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവിക രോഗശാന്തിനകത്ത് വ്യാപരിക്കട്ടെ, ദൈവിക സൗഖ്യത്തിനകത്ത് വ്യാപരിക്കട്ടെ, ദൈവിക സൗഖ്യത്തിനകത്ത് വ്യാപരിക്കട്ടെ, ദൈവിക സൗഖ്യത്തിനകത്ത് വ്യാപരിക്കട്ടെ. എല്ലാ വ്യാധികൾ ഗുണമാകട്ടെ, എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ, എല്ലാ ബന്ധനം അഴിയപ്പെടട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തിനകത്ത് ചലിച്ചു തുടങ്ങട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങണം, ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഉടബല വൈഷവര പൗഡമന അതരധികംധര ദിഗക്കമ്പനാഥന. ഹല്ലേലൂയ. ഇന്നലെ പകല് നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണ കർത്താവാണ്. ഹല്ലേലൂയ.
സ്തോത്രം ചെയ്യുന്നു. ആമേൻ. മറിയ പറയുന്ന കാര്യമുണ്ട്, അവിടെ നിന്ന് എഴുന്നേറ്റത് യേശു വന്നെന്നറിഞ്ഞപ്പോഴാണ്. അവർക്ക് മനസ്സിലായി, എൻ്റെ ഹൃദയം യേശുവിനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, യേശുവിൻ്റെ മുമ്പിൽ പകർന്നിട്ടേ കാര്യമുള്ളൂ. അവളത് മനസ്സിലായി. യോഹന്നാൻ 11 ഞാൻ പറയുന്നത്. ആ മനസ്സിലായി. യേശു വരുന്നറിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ട് ഒരു വാക്ക് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നു, നിനക്ക് ഇപ്പോഴും ഈ വിഷയത്തിന് പരിഹാരം തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലകൾ ജീവിതത്തിൽ വന്ന മുറിവുകൾ, ജീവിതത്തിൽ വന്ന പ്രയാസങ്ങൾ, ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഭാരപ്പെട്ടാണോ നിങ്ങൾ ദൈവസേനയ്ക്കകത്തിരിക്കുന്നത്? പകലും നിങ്ങളെ വിടുവിക്കാൻ അവന് കഴിയും, നിങ്ങളെ സഹായിക്കാൻ അവന് കഴിയും, നിങ്ങളെ കരുതുവാൻ അവന് കഴിയും, നിങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ അവന് കഴിയും. ഞാൻ ഈ വാക്കുകൾ പറയുന്നത് ചില ഹൃദയങ്ങളെ നോക്കിക്കൊണ്ടാണ്. ഇന്ന് പകൽ ഒരുപക്ഷേ നമ്മളിരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വേദനകളും ആർക്കും അറിയാൻ കഴിയില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന വേദനയോടെ ആശ്വാസത്തിന് വേണ്ടി വമ്പിരിക്കുന്ന ചിലരൊക്കെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയാ, ഇന്ന് നിന്നെ നന്നായി അറിയുന്നവൻ ഇന്ന് പകൽ ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. നിന്നെ നന്നായി അറിയുന്നവൻ. ഞാൻ നിങ്ങളെ നോക്കുന്ന പോലെ, നിങ്ങൾ എന്നെ കാണുന്ന പോലെ അല്ല യേശു കാണുന്നത്. നസ്രായ നിന്നെ കാണുന്നത്. അത് നിന്നെ നന്നായി അറിയുന്നവനാണ്. അത് നിന്നെ നന്നായി അറിയുന്നവനാണ്. നീ ചേറി നിന്നിട്ട് പകൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ കഴിവുള്ളവർ ഇന്ന് പകലിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും പിശാച് ഭയപ്പെടുവാനുള്ള കാരണം അവരുടെ പ്രയാണങ്ങളിൽ സ്തോത്രം ചെയ്യുന്നു. അവരുടെ യാത്രകളിൽ, മിഷണറി യാത്രകളിൽ പൈശാചിക കോട്ടകൾ പൊളിയാനുള്ള ഏറ്റവും വലിയ കാരണം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രാർത്ഥനയാണ്, ദൈവിക ബന്ധമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നാം ഇന്നായിരിക്കുന്നതിലും വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക. ഹല്ലേലൂയ. അത് വിദ്യാഭ്യാസത്തിനകത്തായാലും നമ്മുടെ സമസ്ത മേഖലയ്ക്കകത്തും ഒരു വളർച്ച ആഗ്രഹിക്കുന്ന ആരെങ്കിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ ലജ്ജിക്കില്ല, പ്രാർത്ഥിക്കുന്നവൻ ഒരിടത്തും തലകുനിയാൻ ദൈവം അനുവദിക്കില്ല. പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ മന്ത്രവാദ ശക്തികൾ എരിയാൻ തുടങ്ങുക. പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ ആധിപത്യങ്ങൾ വിറയ്ക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഗുഡ് ന്യൂസിൻ്റെ ഞങ്ങളുടെ IPCയുടെ ഗുഡ് ന്യൂസിൻ്റെ ഇത് വായിക്കുമ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു അമ്മച്ചിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഇന്നലെ വായിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെയാണ് സ്വതന്ത്ര സജീഖാദൻ എന്ന് പറഞ്ഞ ദൈവദാസന്മാരൊക്കെ അവിടെ ചെന്നിട്ട് ആ ഗ്രാമത്തിൽ ചെന്ന്, വയനാട് ഗ്രാമത്തിൽ ചെന്ന് അവിടുത്തെ സുവിശേഷീകരണത്തെക്കുറിച്ചും ആദ്യ സഭയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു സ്വതം ചെയ്യുന്നു. ട്രൈബൽസിൻ്റെ ഇടയിൽ നിന്ന് ഒരു മാതാവ് ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു വന്നു. ആ മാതാവ് പ്രാർത്ഥിക്കുന്ന മാതാവായിരുന്നു. ഹല്ലേലൂയ. പ്രതികാര സ്വഭാവമില്ലാത്തൊരു മാതാവായിരുന്നു. ഇങ്ങനെയാണ് ആ മാതാവിനെ കുറിച്ച് ഞാൻ കേട്ടത്. സ്വതം ചെയ്യുന്നു. ഒരു ദിവസം പ്രിയ മാതാവ് വന ഏരിയകളാണല്ലോ, ആ മാതാവിൻ്റെ ആട് പുല്ലുകൾ തിന്നേണ്ടതിന് ഇങ്ങനെ സഞ്ചരിച്ച് അടുത്തൊരു പറമ്പിൽ ചെന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് അവിടുത്തെ ആ വ്യക്തി, ദുഷ്ടനായ മനുഷ്യൻ ആ ആടിനെ വെട്ടിക്കൊന്നു കളഞ്ഞു. സ്വതം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ പോലെ വളർത്തിയെടുത്ത ആട് 2 പീസാക്കി കളഞ്ഞു. സ്വതം ചെയ്യുന്നു. ആ മാതാവ് ഈ വിവരം അറിഞ്ഞിട്ട് സ്വതം ചെയ്യുന്നു. ഏകയായി ട്രൈബൽസിൻ്റെ ഇടയിൽ നിന്ന് ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെടുന്ന മാതാവാണ്. ആ മാതാവ് ഓടിച്ചെന്നിട്ട് ആ വീട്ടിൽ ചെന്ന ആ കുടുംബനാഥനോട് സോറി ചോദിച്ചു. എൻ്റെ ആട് താങ്കളുടെ വിളയിൽ വന്ന് ഈ പുല്ല് തിന്നതിന് ഞാൻ സോറി, ക്ഷമിക്കണം എന്നോട് എന്ന് പറഞ്ഞിട്ട് 2 കഷ്ണമായി കിടക്കുന്ന കുഞ്ഞിനെ പോലെ സ്നേഹിച്ച ആ ആട്ടിൻകുട്ടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഹല്ലേലൂയ. ഇതൊക്കെയാണല്ലോ പെന്തക്കോസ്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ.
ആ ഒരു ഗ്രാമത്തിൽ അത് ചർച്ചാ വിഷയമായി. ഏതൊരു മനുഷ്യനും പ്രതികരിക്കാം. പക്ഷേ ഈ മാതാവിന് ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഇരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൻ്റെ അനുഭവങ്ങളും മാതൃകകളൊക്കെ ഇതെനിക്കും പ്രസംഗിക്കാൻ എളുപ്പമുണ്ട്. ഇന്നലെ ഇത് കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ തരണമേ എന്ന്. ഹല്ലേലൂയ. സ്വതം ചെയ്യുന്നു. ഭാര്യ ഭർത്താവോട് സംസാരിക്കുമ്പോൾ, ഭർത്താവായിട്ട് സംസാരിക്കുമ്പോൾ, അമ്മയപ്പനോട് സംസാരിക്കുമ്പോൾ, മക്കളുടെ ഇടപാടിൽ, ദേശത്തിൽ, സഭയിൽ, സമൂഹത്തിലൊക്കെ നമ്മുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയുണ്ട്. ഹല്ലേലൂയ. സ്വതം ചെയ്യുന്നു. എന്നെ ഇന്നലെ ഒത്തിരി ചിന്തിപ്പിച്ച് ഞാൻ ഇത് വായിച്ചപ്പോൾ സ്വതം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഈ പെട്ടകം ചുമക്കുമ്പോൾ, നമ്മുടെ നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ഔദ്യോഗിക മണ്ഡലങ്ങൾക്കകത്ത്, കുടുംബ ജീവിതങ്ങൾക്കകത്ത്, സഭാ പ്രവർത്തനങ്ങൾക്കകത്ത് നാം ക്ഷമയുള്ളവരായി, സഹിഷ്ണുത ഉള്ളവരായി, മറക്കുന്നവരായി, ക്ഷമിക്കുന്നവരായി, പ്രതികരണ ശക്തി നഷ്ടപ്പെട്ടവരായി, ദൈവത്തിന് താഴ്മയുള്ളവരെ നമ്മൾ മാറിയാൽ നമ്മൾ ഈ കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമുക്കറിയാം വയനാട് ഭാഗത്ത് ഇപ്പോൾ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങൾ. അങ്ങനെയെങ്കിൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു 19 വർഷങ്ങൾക്ക് മുമ്പ് ഗതി നിങ്ങൾ ഓർത്ത് നോക്ക്. ഹല്ലേലൂയ. അങ്ങനെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ ഈ മാതാവ് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഭയങ്കരനായ ഒരു ആന ഒരു സഹോദരനെ കൊല്ലുവാൻ വേണ്ടി ഇളകി മറിഞ്ഞ് ഇങ്ങനെ കടന്നു വരുമ്പോ ഈ മാതാവ് നിന്ന് കൈ ചൂണ്ടി യേശുവിന്റെ നാമത്തിൽ നീ അന്ധത പിടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആന അന്ധത പിടിച്ചു. കാരണം പ്രാർത്ഥിക്കുന്നവന്റെ മേൽ വ്യാപരിക ദൈവശക്തി ചെറുതല്ല. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? പ്രാർത്ഥിക്കുന്നവന്റെ നാവിൽ അധികാരമുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ നാവിൽ അധികാരമുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ കരത്തിൽ അധികാരമുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പറഞ്ഞ് വിളിച്ചു പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്ന് പകനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നാം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഈ മാതാവിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആ ചരിത്രം APCയുടെ ഇതിനകത്ത് ഇങ്ങനെ ഞാൻ വായിച്ചിങ്ങനെയാണ്. അത് കഴിഞ്ഞ് ആന അവിടെ കിടന്ന് മറിഞ്ഞ് ഓടി ഒരു മരത്തിൽ പോയി ഇടിച്ച്, അവിടെ നിന്ന് മറിഞ്ഞ് പിന്നെ ഓടിച്ച് അടുത്തൊരു മരത്തിൽ പോയി ഇടിച്ച് 2 കണ്ണും അന്ധതയായിപ്പോയി. അങ്ങനെ ആന അന്ധനായ ആനയായി മാറിപ്പോയി. ഒരു പാപം ട്രൈബിൾസിനകത്തുള്ള ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു വിദ്യാഭ്യാസമില്ലാത്ത കുറുമി എന്ന് പറയുന്ന ഒരു അമ്മച്ചി. ഹല്ലേലൂയ. ആ അമ്മച്ചിയിൽ വ്യാപരിച്ച ദൈവശക്തിക്ക് എത്ര അധികാരമുണ്ടെങ്കിൽ, ഹല്ലേലൂയ. സഭയോട് ഞാൻ പറയാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇത്രയും വർഷം പ്രസംഗിക്കുന്ന, ആരാധിക്കുന്ന എന്നോടും നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഈ പകൽ പറയുന്നത്, നമ്മുടെ വ്യാപരിക്കുന്ന ദൈവശക്തി ചെറുതല്ല. അതുകൊണ്ടാണ് പൗലോസും കൂട്ടരൊക്കെ ഉൾപ്രദേശം കൂടി പോയപ്പോൾ അർത്തമിസ് ഇളകി ഓടിയത്. ഹല്ലേലൂയ. പൗലോസും ശീലാസും പോയപ്പോൾ ഒരു വെളിച്ചപ്പെടുത്തി ഇളകിയിട്ട് പറയുകയാണ്, അവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ വീണ്ടും പൗലോസും വെളുത്തി ചെന്നപ്പോൾ ചൂട് നിമിത്തം പുറത്തു വരിക. പ്രാർത്ഥിക്കുന്നവൻ എവിടെയുണ്ടോ അവിടെ അന്ധകാര ശക്തികൾ പുറത്തു വരും. പ്രാർത്ഥിക്കുന്നവനെ കൊണ്ടോ ചില വർഷങ്ങൾ കൊണ്ട് പതിഞ്ഞു കിടക്കുന്ന നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയ്ക്കകത്ത്, നിന്റെ തലമുറയുടെ ഹൃദയത്തിനകത്ത് അമഞ്ഞു കിടക്കുന്ന സർപ്പശക്തികൾ ഈ പകൽക്കൽ പുറത്തു വരട്ടെ. ഉടമൽക്കമന ധിരവനവ ശംധരാദികൽക്കനാദന. തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കള്, നിന്റെ തലമുറക്കകത്ത് വിഷം കുത്തി വച്ചിരിക്കുന്ന സർപ്പത്തിന്റെ ശക്തികൾ ഈ അഴിയണമെങ്കിൽ നീ പ്രാർത്ഥനയിൽ ശക്തിപ്പെടൂ. പ്രാർത്ഥന ആയുധമാക്കി എടുക്ക്. പ്രാർത്ഥന ആയുധമായി ഉപയോഗിക്കുക.
ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് വെളിപ്പെടുന്ന അധികാരം ചെറുതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ തിരിപ്പുണ്ട്. ഹല്ലേലൂയ. അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ കണ്ട് ആരോടും പറയാൻ കഴിയാതെ ഹൃദയത്തിൽ വേദനയോട് അടക്കുന്ന നിനക്കൊറ്റ ചെലക്ഷണയുള്ളൂ. നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. നിന്റെ ഭവനത്തിൻ്റെ അകത്തളത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തിയുടെ കരം ഇറങ്ങി വരാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില അനുസരണക്കേടുകളെ എന്നോട് ആത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുക. ചില അനുസരണക്കേടുകൾ, അതിൻ്റെ ഒരു ആവിയെ, അതിൻ്റെ ഒരു പൈശാചിക തലത്തെ ചില തലമുറയുടെ ഹൃദയത്തിനകത്ത് കടത്തി വിട്ടിട്ട് ചില പ്രതികരണങ്ങൾ കണ്ടിട്ട് വേദനയോടെ കരയുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ നീ എന്ന് ഉണരുന്നേ. നിന്റെ ജീവിതത്തെ അണഞ്ഞു കിടക്കുന്ന, ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠമെന്ന പണിയ, നിന്റെ പുരക്കകത്ത് ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠ പണിയ, ചെറിയ കല്ലുകളൊക്കെ ഒന്ന് പറക്കിയെടുക്കുക. നഷ്ടപ്പെട്ട പ്രാർത്ഥന, നഷ്ടപ്പെട്ട ദൈവകൃപ, നഷ്ടപ്പെട്ട ഉപദേശ ശുദ്ധി നീ ഇന്ന് മക്കളെ ഇറക്കിയെടുത്തുകൊണ്ട് നീ ഒന്ന് മടങ്ങി വരാൻ തയ്യാറായ നിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വത്തെ ദൈവം വെളിപ്പെടുത്താൻ പോണെന്ന് പരിശുദ്ധമാവ് ഇന്ന് പകല് ദൈവസഭയ്ക്ക് ദൂത് കൈമാറുകയാണ്. ഒരു ഭാഗത്ത് കയ്യടി, ഒരു ഭാഗത്ത് അന്യഭാഷ, ഒരു ഭാഗത്ത് പ്രാർത്ഥനയുണ്ടെങ്കിലോ ഭവനത്തിന്റെ അകത്തളങ്ങൾക്കകത്ത് ശ്വാസം മുട്ടുന്ന രഗതന ഹതനവഴി ആത്മാവി സഭയെ വിവരിച്ച് പറയുന്നു. ശ്വാസം മുട്ടുന്നത് പോലെ ഉടബൽക്കമന വൈഷമന ഭവനത്തിന്റെ അകത്തളങ്ങൾക്കകത്ത് പുകയുന്ന ഉടബൽക്കമന തിരിയെ അവ കെടുത്തിക്കളയണോ ദൈവമല്ല. ചില പുകയുന്ന വിഷയങ്ങളുടെ മടുവേ, ചില തകർന്ന വിഷയങ്ങളുടെ മടുവേ വേദനയുടെ കരയുന്ന മാതാവേ, ഇന്ന് പകൽ ആ പുകയുടെ തിരി അവൻ കെടുത്തി കളയത്തില്ല. അതിനെ വെട്ടിയിട്ട് അത് വീണ്ടും കത്താൻ പോകുക, അത് പ്രകാശിക്കാൻ പോകുക, അത് ശോഭിക്കാൻ പോകുക. ഒരു ദൈവ മഹത്വം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കട്ടെ. പുകയുടെ തിരിയെ കെടുത്താത്തവൻ അണഞ്ഞു പോകുമെന്ന് പേടിക്കണ്ട. ഇന്ന് പകൽ ചില പുകയുടെ തിരി അവൻ കെടുത്തി കളയില്ല. ഇന്ന് പകൽ ശോഭിക്കേണ്ടതിന്, പ്രകാശിക്കേണ്ടതിന്, കത്തേണ്ടതിന് അതിന്റെ കരിമുറി മുറിച്ച് എന്റെ ദൈവം ഇന്ന് പകൽ എന്നെ തന്നെ ഒഴിച്ച് ദൈവസഭയ്ക്കകത്ത് വന്ന് കരയുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് യിരെമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ 31-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ആമേ സ്വതന്ത്രം ചെയ്യുന്ന അവിടെ വായിക്കുന്നത് എടുത്ത് വായിക്കണം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. ഹല്ലേലൂയ. അവർ ചൊല്ലി ആശ്വാസം കഴിക്കുവാൻ അവർക്ക് മനസ്സില്ല. ഹല്ലേലൂയ. ആമേ സ്വതന്ത്രം ചെയ്യുന്നു. യാക്കോബിന്റെ ഭാര്യ റാഹേൽ ദൈവത്തോട് കരയുന്നവളായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവളായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരുടെ സഹോദരിമാരോട് പറയുക, പ്രാർത്ഥന ഒരു വലിയ ആയുധമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ പിടിക്കെന്ന് പറയുന്നത് ഒരു ആയുധത്തിലൂടെ കളിക്കുന്നത് പോലെയാണ്. സ്വതം ചെയ്യുന്നത് ഒരു ആയുധത്തിൻ്റെ മുമ്പിൽ ഒരു വ്യക്തി ആയുധവുമായി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആരും അങ്ങോട്ട് അടുക്കില്ല. സ്വതം ചെയ്യുന്നു. ഒരു വടിയുമായി നിന്ന് അടുക്കാൻ നമുക്ക് പേടി താനത്തില്ല. പക്ഷേ ആയുധവും കൈ പിടിച്ച് നിൽക്കുന്നവൻ്റെ മുമ്പിൽ അടുക്കാൻ പ്രയാസമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാ, പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിൽ ദൈവം കൈമാറിയിരിക്കുന്നൊരു വലിയ ആയുധമുണ്ട്. ആയുധം നമ്മുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ശക്തിയും അടുക്കൂല. പിന്നെ ഒരു സങ്കട വാർത്തയുണ്ട്, പോരാട്ടവും പ്രയാസവും കട്ടതയും പറയാൻ പറ്റൂല. മനസ്സിലായവർക്ക് ആശ്വാസം ചിലക്ക് അതൊരു രസമാണ് പറയാൻ.
ഭയങ്കര പോരാട്ടമാണ്, ഭയങ്കര കഷ്ടതയാണ്, ഭയങ്കര ശോധനയാണ്. ഇത് പറയാൻ പറ്റില്ല. ഇത് പറയണമെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കണം. ശോധന ചെയ്യണം, മനസ്സിലാകുന്നവർക്കായി ശോധന ചെയ്യുന്നു. പക്ഷേ ആയുധം കയ്യിൽ പിടിച്ചവനെ തൊടാൻ ഒരു ശക്തിക്കും കഴിയില്ല. യാക്കോബ് പറയുന്നു, അവൻ പരീക്ഷിക്കണ ദൈവമല്ല നമ്മുടെ ദൈവം, പരീക്ഷിക്കണ ദൈവമല്ല. മനസ്സിലാകുന്നവർക്കായി ശോധന ചെയ്യുന്നു. നമ്മുടെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കണ ദൈവമല്ല, അവൻ ദോഷങ്ങളേക്ക് വലിച്ചെറിയണ ദൈവമല്ല. അങ്ങനെയെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിക്കകത്താണ് ഞാനും നിങ്ങളുമെങ്കിൽ ഇന്ന് പകൽ നഷ്ടപ്പെട്ട ആയുധം തിരിച്ചു പിടിക്കുക, നഷ്ടപ്പെട്ട ആയുധം തിരിച്ചു പിടിക്കുക, നഷ്ടപ്പെട്ട ആയുധം തിരിച്ചു പിടിക്കുക. അത് ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രവാചക ശിഷ്യന്മാർ എലിസയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആയുധം നഷ്ടപ്പെട്ടു പോയി. ആയുധം നഷ്ടപ്പെട്ടവന് വിശാലതയില്ല, ആയുധം നഷ്ടപ്പെട്ടവന് സ്ഥിതി മാറില്ല, ആയുധം നഷ്ടപ്പെട്ടവന്റെ ജീവിതം പരാജയമാണ്. ദൈവസഭയോട് ആത്മാവ് ഈ പകൽ പ്രവചിക്കുന്നു, ഈ പാളയം ചർച്ചിനകത്തുള്ളവർ ആയുധധാരികളെ മാറട്ടെ, ആയുധധാരികളെ മാറട്ടെ. ഹല്ലേലൂയ. ആയുധം നഷ്ടപ്പെട്ട നീ പിന്തിരിയേണ്ടി വരും, ആയുധം നഷ്ടപ്പെട്ട തല കുനിക്കേണ്ടി വരും. പക്ഷെ ആയുധം കയ്യിലുണ്ടെങ്കിൽ നീ വലിയവനായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കഴിവില്ലാത്തവനാണെങ്കിലും ഒരു വെട്ടത്തെ കയ്യിലുണ്ടെങ്കിൽ ഒരു ബലമാണ്. ശോധന ചെയ്യുന്നു. ഹല്ലേലൂയ. പെട്ടെന്നാരും അടുക്കില്ല. അവൻ ആയുധം പിടിച്ച വില്ലാളികളായി നമ്മൾ മാറണം, ആയുധം ധരിച്ചവരായി നമ്മൾ മാറണം. എത്ര പേർക്ക് ഇന്ന് പകൽ കൊതിയുണ്ട്? ഇന്നലകൾ ദൈവം തന്ന ചില ആയുധങ്ങളും ചില ദർശനങ്ങളും ചില വെളിപ്പാടുകളും ചില കൃപാവരങ്ങൾ എറിഞ്ഞു കളഞ്ഞിട്ട് വിശ്വാസ ജീവിതത്തെ ജയിക്കാമെന്ന് നോക്കിയാൽ നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങിവ. ഉടബനകളുടെ ആരാധന കൊള്ള, പ്രാർത്ഥന കൊള്ള, അന്യഭാഷ കൊള്ള. പക്ഷെ മടങ്ങി വരേണ്ടത് മടങ്ങി വരണം. വീകിനെടുത്ത് കിടന്ന് ഉള്ളരുത്. ഉടബല ശബ്ദക്കമന രഗതരകട ശമനാഥന. ഒരു പക്ഷേ എനിക്ക് തന്നെ ഞാൻ നല്ലതെന്ന് തോന്നാ, ഞാൻ കൊള്ളാമെന്ന് തോന്നാ. ഉടവൽക്കമന് സ്വന്തം മുഖം നോക്കി കൊള്ളാമെന്ന് വർണ്ണിക്കാതെ നീ അത് വേദപുസ്തകത്തിലേക്ക് നോക്ക്. ഹല്ലേലൂയ. എങ്ങനെയുണ്ട്? ഇങ്ങനെ പോയാൽ എവിടെ പോയി അവസാനിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനം തിരിഞ്ഞ് ഏറ്റു പറയേണ്ട വിഷയം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്ന വിഷയം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്ന ആ നിന്നെ വീണ്ടും തന്നോട് ഇരിക്കുക, നിന്നെ യോഗ്യനാക്കി മാറ്റുകയോ നിന്നെ മാറോട് ചേർത്ത് പിടിക്കുകയോ ആ നിന്നെ ഉയർത്തുകയും ചെയ്യും. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, മരണത്തിന്റെ നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. ആത്മാവി പകല് പറയുന്നു, നീക്കുപോക്ക് ഉണ്ടാകേണ്ട വിഷയങ്ങൾക്കകത്ത് ചില നീക്കുപോക്കുകൾ തന്ന് പരിഹാരമില്ലയോ, വിടുതലില്ലയോ, സ്ഥിതിക്ക് മാറ്റമില്ലയോ എന്ന് നീ ചഞ്ചലപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ഹിറാമുട്ടി പോലെ കിടക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ചില ആയുധം ഹല്ലേലൂയ ആയുധവാഹരായി ആയുധം ധരിച്ചവരായി നീ മാറിക്കഴിഞ്ഞ കീറാത്തതൊന്നുമില്ല, ഉടയാത്തതൊന്നുമില്ല, തകരാത്തതൊന്നുമില്ല. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യോ. ആയുധം നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പ്രവാചക ശിഷ്യന്മാർ പറയുന്നൊരു വാക്യതാണ്, ആയുധം നഷ്ടപ്പെട്ടു പോയി. എലിസ പറഞ്ഞ ആയുധം നഷ്ടപ്പെട്ടു പോയാൽ നിനക്ക് വിശാലതയില്ല, നിന്റെ ഇടുക്കം മാറില്ല, നിന്റെ ഞെരുക്കം മാറില്ല, നിന്റെ കട്ടത മാറില്ല. അത് ബോധ്യപ്പെട്ട ജനം ശിഷ്യഗണങ്ങൾ എലിസയോട് ചോദിച്ചു, ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം, ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണം, അത് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണം. ഇന്ന് പകൽ എത്ര പേർക്ക് തോന്നുന്നുണ്ട് നഷ്ടപ്പെട്ട പ്രാർത്ഥന, നഷ്ടപ്പെട്ട ദർശനങ്ങൾ, നഷ്ടപ്പെട്ട വെളിപ്പാടുകൾ, നഷ്ടപ്പെട്ട ദൈവസ്നേഹങ്ങൾ, നഷ്ടപ്പെട്ട ആരാധനകൾ തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ഇനി ക്ഷീണമൊക്കെ ആയില്ലേ, ഇനി ഇങ്ങനെയൊക്കെ കഴിയുകയുള്ളൂ, ഇനി ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നാണ് ചിന്തയെങ്കിൽ
ഇതന്നെ ഇരിപ്പ്. പക്ഷേ ഹല്ലേലൂയ, എന്നെ വാർദ്ധക്യം നരയോളം ചുമക്കുന്ന ഒരു ദൈവകരമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഹല്ലേൽ നിന്റെ പ്രാപ്തിക്കൊത്തവണ്ണം നീ എന്ന് ഉണരുവാനും എഴുന്നേൽക്കുവാനും തയ്യാറായ ആത്മാവ് എന്നോട് പറയുന്നു, ചില ആയുധങ്ങളെ ദൈവം നിന്റെ കയ്യിൽ പരമേൽപ്പിക്കാൻ പോവുകയാണ്. ചില ആയുധങ്ങളെ ദൈവം നിനക്ക് മടക്കി തരാൻ പോവുകയാ. ഹല്ലേലൂയ. ചില ആയുധങ്ങളെ ദൈവം നമുക്ക് മടക്കി തരാൻ പോവുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയ വാക്യം. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിന്റെ വായ്ത്തല തേയ്ക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. കണ്ടില്ലേ ചിലക്കാരൊക്കെ രാവിലെ വല്ല വൈകുന്നേരം ഒരു 3 ദിവസം ഇരിക്കും ഭൂതം മാറ്റാൻ വേണ്ടി സ്വതം ചെയ്യുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. സ്വതം ചെയ്യുന്നു. അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് ഓടുമായിരുന്നു. ഹല്ലേലൂയ. സ്വതം ചെയ്യുന്നു. നമ്മളൊക്കെ കണ്ടവരല്ലേ, നമ്മൾക്ക് അനുഭവിച്ചവരല്ലേ. ഹല്ലേലൂയ. ദൈവദാസനെ ശുശ്രൂഷിക്കാൻ വരുന്നത് ഞാൻ പോണേ എന്ന് പറഞ്ഞ് പോണതിൻ്റെ മുമ്പിലാണ് 3 ദിവസം ഉപദേശിമാർ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അവസാനം ദയനീയമായി ചോദിക്കും, നീ പോവോ എന്ന് ചോദിക്കണ ഗതി വരികയാ. എന്താ കാരണം അറിയാമോ? അധികം ശക്തി കൊടുക്കേണ്ടി വരിക. വേർത്തൂപ്പടത്തിയ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പോ എന്ന് പറഞ്ഞ് സമ്മർദ്ദം കൊടുത്ത് മനുഷ്യന് ഇടപാട് തിരിയുക. എന്താ കാരണം? വായിച്ചു നോക്ക്. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിന്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആവശ്യങ്ങൾ വരുമ്പോൾ അല്ല പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ചിലർക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുന്നത്. സ്വതന്ത്രം ചെയ്യുന്നു. പഞ്ചായത്തിൽ പോകുന്ന പോലെ എന്തെങ്കിലും അപേക്ഷ കൊടുക്കേണ്ട ആവശ്യം വരുമ്പോൾ അപേക്ഷയായിട്ട് പോകുന്ന പോലെ അല്ല ഒരു പ്രാർത്ഥിക്കണ ദൈവസന്നിധി ചെല്ലേണ്ടത്. പ്രാർത്ഥിക്കാതെ എനിക്കിരിക്കാൻ കഴിയില്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ എനിക്കിരിക്കാൻ കഴിയത്തില്ല എന്നുള്ള അനുഭവത്തെ ദൈവസഭ വളരണം. ഹല്ലേലൂയ. ആത്മാക്കൾ വർദ്ധിക്കപ്പെടണം. യാതൊരു ഇതും ഉണ്ടായില്ല. അതുകൊണ്ട് വന്നില്ലെന്ന് ധൈര്യത്തിൽ നിൽക്കുന്നത്. സ്വതം ചെയ്യുന്നു. ഞാൻ കൂടെ പറയാം, സ്വതം ചെയ്യുന്നു. കോവിഡ് വന്നവർ അനുഭവിച്ചതൊക്കെ കേട്ടിട്ടുണ്ട്. കോവിഡ് വന്നവരൊക്കെ അനുഭവിച്ച പാടറിയ അല്പം ശ്വാസത്തിന് വേണ്ടി പെട്ട പാടുകൾ. ഹല്ലേലൂയ. എന്റെ സ്നേഹിതരായ അനേക ദൈവദാസന്മാരൊക്കെ മരിച്ചുപോയി. സ്വതം ചെയ്യുന്നു. അപ്പോൾ അവരൊക്കെ ഞാൻ കുടുംബത്തോടൊക്കെ സംസാരിച്ചപ്പോൾ അവരനുഭവിച്ച പാടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ പറയാ, ആ ശ്വാസത്തിന് വേണ്ടി ഈ കോവിഡ് സമയത്ത് ആ ശ്വസനത്തിന് വേണ്ടി അവർ പെട്ടതുപോലെ ഒരു പ്രയാണമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്കുണ്ടാകേണ്ട ഒരു ആവേശം. ഹല്ലേലൂയ. ശ്വാസം, അടുത്ത ശ്വാസം കിട്ടാൻ വേണ്ടി ആ മനുഷ്യൻ കിതയ്ക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ നമ്മുടെ അകത്തൊരു വാഞ്ച ഉണ്ടാകണം. സ്വതം ചെയ്യുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് എന്നൊക്കെ വലിയ പാടാണ്. പിന്നെ ഇപ്പം ഭയങ്കര സെറ്റിൽമെൻ്റ് ആണ്. സ്വതം ചെയ്യുന്നു. പ്രാർത്ഥന വിഷയമൊക്കെ പറഞ്ഞാൽ മതി. ഇപ്പം ആൾക്കാരുണ്ട് സ്വതം ചെയ്യുന്നു. താഴെ കൂടെ നമ്പരും വരും. സ്വതം ചെയ്യുന്നു. അതിനകത്ത് എന്ത് ചെയ്യാതെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഒരു ടെൻഷനില്ല. നമ്മളൊന്നും എന്ത് ചെയ്യണ്ട. സ്വതം ചെയ്യുന്നു. ഇതൊക്കെ ഒരു ബിസിനസ്സായി മാറുകയാണ്. സ്വതം ചെയ്യുന്നു. ഈ ബിസിനസ്സിനകത്ത് ആത്മീയന് കുടുങ്ങിക്കൊണ്ട് കിടക്കുകയാണ്. സ്വതം ചെയ്യുന്നു. ഞാൻ ഈ സഭയോട് പറയാ, ഒരു പായെടുത്തിട്ട് നിന്റെ അറക്കകത്ത് കയറി നീ മുട്ടുമെന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞ് സാന്നിധ്യം അനുഭവിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ബ്ലാക്ക് മൈൻഡ് പുറകെ നമ്മൾ നടക്കാതെ ദൈവത്തിന് പ്രാർത്ഥിച്ച് നിന്റെ ഹൃദയം ദൈവത്തോട് പകരാ. അത്യുന്നതിനോട് നീ അപേക്ഷിക്കുന്നേ. നിന്റെ ആയുധം മൂർച്ച കൂടട്ട്. ഒരു കാലത്ത് മൂർച്ചയുള്ള പല ആയുധങ്ങൾ മൂർച്ച നഷ്ടപ്പെട്ട് പിശാചിന് മുമ്പിൽ നിൽക്കാൻ കഴിവില്ലാത്തവരായി പിശാചിനോട് പോരാൻ ത്രാണിയില്ലാത്തവരായി, പിശാച് എതിർക്കാൻ കഴിവില്ലാത്തവരായി അവിടെ ഇവിടെ അധംപതിക്കപ്പെട്ട് കിടക്കുമ്പോൾ ഞാൻ സഭയോട് പറയാ, നിന്റെ ദേശത്ത്, നീ പാർക്കുന്ന സമൂഹത്ത്, നീ പാർക്കുന്ന രാജ്യത്ത്, നീ പാർക്കുന്ന സ്ഥലത്ത് നിന്നെ പോലെ വലിയവൻ മറ്റാരും ഉണ്ടാകാൻ പാടില്ല. നിന്റെ അകത്ത് വ്യാപരം അഭിഷേകം ചെറുതല്ല. നിന്റെ അകത്ത് ദൈവകൃപ ചെറുതല്ല. നിന്റെ അകത്ത് വ്യാപരികളുടെ സാന്നിധ്യം ചെറുതല്ല. ഇന്ന് പകൽക്കാല ആ ദൈവത്തിന്റെ വലിയ കൃപ, ആ ദൈവത്തിന്റെ വലിയ അഭിഷേകം ഇന്ന് പകലിനകത്ത് ചലിക്കപ്പെടട്ടെ.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വാഴ്ത്തല തേക്കണം. അതിനാണ് ഈ വാസ്തവം പ്രാർത്ഥന വന്ന് തേക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് പലർക്കും അതിന് സമയമൊന്നുമില്ല തേക്കാനൊക്കെ. എന്തോ കിട്ടിയും കൊണ്ട് നടക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേ. ദൈവസന്നിധിയിൽ വന്നിരുന്ന് നമ്മുടെ കുറവുകളൊക്കെ കണ്ടുപിടിച്ച് എവിടെയാണ് തുരുമ്പ് വന്നത്, എവിടെയാണ് മൂർച്ച ഇല്ലാത്തത് എന്നൊക്കെ മനസ്സിലാക്കി അത് തേക്കാനാണ്. വചനം കേൾക്കുമ്പോൾ വചനം കേട്ട് പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞ് ഉപവസിച്ച് ആരാധിച്ച് അത് തേച്ച് കഴിഞ്ഞാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച് നമ്മുടെ ഊപ്പാടത്തും. ഹല്ലേലൂയ. ഇന്ന് ദൈവസഭയോട് ഞാൻ പറയുക, ഒരു പ്രാർത്ഥന അഭിഷേകം നമ്മുടെ അകത്ത് ഇറങ്ങട്ടെ. ഇരുമ്പായുധമാണ് നമ്മൾ, ഒരു ആയുധങ്ങളാണ്. ഹല്ലേലൂയ. അത് മൂർച്ചയില്ലാതെ പോകരുതേ. ജ്ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളതാണ്. അതുകൊണ്ട് ജ്ഞാനമുള്ളവളായി സദസ്യമാക്കി പറയുന്നു. ജ്ഞാനമുള്ളവൾ ഒരു വീട് പണിതു, അതിന് 7 തൂണുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ജ്ഞാനമുള്ളവളായി ജ്ഞാനമുള്ളവനായി മാറാ. പ്രാർത്ഥനയെ സാധിക്കാത്ത കാര്യമില്ല. പ്രാർത്ഥനയിൽ പണിയപ്പെടാ, പ്രാർത്ഥനയിൽ കയറിപ്പെടാ, പ്രാർത്ഥനയിൽ ശക്തിപ്പെടാ. ആയുധം നഷ്ടപ്പെട്ടു പോകരുതേ. ചില ആൾക്കാർക്ക് ആയുധമില്ല, ചില ആൾക്കാർക്ക് ആയുധത്തിൽ മൂർച്ചയില്ല. രണ്ടും തുല്യം ഒന്ന് തന്നെയാണ്. സ്വതം ചെയ്യുന്നു. പിന്നെ ഉണ്ടെങ്കിൽ തേച്ചെങ്കിലും എടുക്കാം. സ്വതം ചെയ്യുന്നു. നഷ്ടപ്പെട്ടാൽ അതിനെക്കാളും വലിയ പാടാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, നീ ഏൽപ്പിച്ച ടാലന്തുകളുണ്ടോ? പണ്ട് കണ്ട വെളിപ്പാടുണ്ടോ എന്ന്, പണ്ട് കണ്ട ദർശനങ്ങളുണ്ടോ, പണ്ടത്തെ ആത്മീയ തീഷ്ണതയുണ്ടോ? എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നമുക്ക് മടങ്ങി വരാം. ഒന്ന് മടങ്ങി വന്ന് യേശുവിനോട് പറപ്പാ, അന്നത്തെ ആ പ്രാർത്ഥന, ഒരു വിഷയം വരുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഒരു ആവശ്യഘട്ടം വരുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദർശനങ്ങൾ, വെളിപ്പാടുകൾ, ഹല്ലേലൂയ, ഇതൊക്കെ എനിക്കൊന്ന് മടക്കിപ്പെടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ നിന്നെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. 1972 നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഡോക്ടർ മേരി വർഗീസ് എന്ന് പറയുന്ന ഡോക്ടർ, രാജ്യത്തിൻ്റെ പുരസ്കാരമൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഒരു ബട്ടർഫ്ലൈയെ പോലെ പറന്ന് നടക്കുന്ന കാലഘട്ടം. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറായി. അങ്ങനെ നമുക്കറിയാലോ, ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞുള്ള സ്ഥിതി നമുക്കറിയാലോ. അങ്ങനെ നടക്കുന്ന സമയത്ത് റോമൻ കാത്തലിക്കിൽ സമൂഹത്തിൽപ്പെടുന്ന ഒരു യുവ സഹോദരിയാണ്. പെട്ടെന്ന് ചെന്നൈ പട്ടണത്തിൽ വെച്ച് ഒരു ആക്സിഡൻറ്റിൽ അവരുടെ കാല് നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൽ ഒരു വിളക്കണയുന്നത് പോലെ എല്ലാ പ്രതീക്ഷകൾക്കും ഭംഗം വന്നു. മാനസികമായി തകർന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ NICUയിൽ വളരെ സീരിയസ് ആയി കിടക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ വെല്ലൂർ മെഡിക്കൽ കോളേജിനകത്തുണ്ടായിരുന്നു. ഡോക്ടർ പോൾ എന്ന് പറയുന്നൊരു മനുഷ്യൻ. ഡോക്ടറായാലും എഞ്ചിനീയറായാലും കളക്ടറായാലും പ്രാർത്ഥിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ കഴിയണം. സ്വതം ചെയ്യുന്നു. പിന്നെ ചിലർക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയൊന്നും വരില്ല. അതൊരു പോരാട്ടമാണ്. സ്വതം ചെയ്യുന്നു. ഇച്ചിരി സ്ഥിതിയൊക്കെ മാറിക്കഴിഞ്ഞാൽ, ലെവല് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തില്ല, പ്രാർത്ഥനയൊന്നും വരില്ല. അതൊരു പോരാട്ടമാണ്. അതവിടെ നിൽക്കുന്ന ചെടിയാണ്. പക്ഷെ ഏത് പൊസിഷനിൽ വന്നാലും പ്രാർത്ഥിക്കുന്നവൻ മതി യഹോവേ മതി എന്ന് പറയത്തക്ക നിലയിൽ ദൈവം അവനെ വളർത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാമ്മ പറഞ്ഞു, നീ ഇവിടെ ഒരു ഡോക്ടർ, മേരി വർഗീസ് ഡോക്ടർ, സീരിയസ് ആയി കിടക്കുകയാണ്. നീ അവളോട് ചെന്ന് നീ അറിഞ്ഞ സത്യം കൈമാറിക്കൊടുക്കണം. ആ പ്രാർത്ഥനാ മുറിയിൽ ഇതാണ് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും കൈമാറി തരാൻ പറ്റത്തുള്ളൂ. സ്വതം ചെയ്യും. നമ്മളിപ്പോൾ വേറെ ആരെങ്കിലും പറയാൻ വേണ്ടി കേൾക്കാൻ വന്നിരിക്കുക അല്ലേ? സ്വതം ചെയ്യുന്നു. ആരും ഒന്ന് പറഞ്ഞു കിട്ടിയാൽ കൊള്ളാം, ദൈവമേ ഒന്ന് പറയണമേ എന്ന്. ആർക്കൊന്നും പറയാനില്ല. നമ്മളോട് ദൈവത്തിന് പറയാനുണ്ട്, നിങ്ങളോട് നിങ്ങളുടെ അപ്പന് സംസാരിക്കാനുണ്ട്. അതിന് എന്നെ ഉപയോഗിക്കണം ദൈവം താല്പര്യമൊന്നുമില്ല. സ്വതം ചെയ്യുന്നു. എൻ്റെ കുഞ്ഞിനോടൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഭാഷ പാടാൻ കുടിക്കാൻ പോണേ. സ്വതം ചെയ്യുന്നു. ഏത് രാത്രി വേണമെങ്കിൽ ഏത് പകൽ വേണമെങ്കിൽ എൻ്റെ കുഞ്ഞിനോട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമുള്ളൂ. സ്വതം ചെയ്യുന്നു. ആ ഒരു ദൈവിക കണക്ഷനിലേക്ക് നമ്മൾ വരണം, ദൈവിക ബന്ധത്തിലേക്ക് നമ്മൾ വരണം. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പന് മക്കളോട് കഥ തോന്നുന്നത് പോലെ യഹോവയുടെ ഭക്തന്മാരോട് കഥ തോന്നുന്നു. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ദൈവശബ്ദം കേൾക്കുന്നേ.
സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്വതന്ത്രം ചെയ്യുന്നു. ഡോക്ടർ പോൾ NIC ചെന്ന ഡോക്ടർക്ക് ദൂത് കൈമാറി. യേശു ജീവിക്കണ ദൈവമാണ്. യേശുവിന് നിന്നെ വിടുവിക്കാൻ കഴിയും. കാരണം ഇനി എല്ലാം നഷ്ടപ്പെട്ടു. പട്ടമൊക്കെ കയ്യിലുണ്ട്, കാലൊക്കെ നഷ്ടപ്പെട്ടു. മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ ആ മനുഷ്യന് യേശുവിനെ കൊടുത്തു. ആ സഹോദരിക്ക് അവൾ NIC ഇറങ്ങി വരുന്നത് യേശുവുമായിട്ട് ഇറങ്ങി വരുന്നത്. ഇനി ജീവിക്കണ്ട, ഇനി ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത് സ്വപ്നം കണ്ടവൾ യേശുവിനെ കിട്ടിയപ്പോൾ എല്ലാം മറന്നു. അതാണ് യേശു. അതാണ് യേശു. ഹല്ലേലൂയ. ആമേ. മരണത്തിന് വേണ്ടി കൊതിച്ച നമ്മൾ എന്താ മരിക്കാത്തത്? ആമേ. പലതിനും പല തീരുമാനം എടുത്തവർ എന്തിനാ അത് തീരുമാനത്തിലേക്ക് പൂർത്തീകരിച്ച് പോകാത്തത്? അതിനു മുമ്പ് നമുക്കെല്ലാം യേശുവിനെ കിട്ടി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിന്റെ കൂടെ ഉണ്ട് കുഞ്ഞെ, നീ മരിക്കേണ്ടവനല്ല. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 92 തിരുവനന്തപുരം മെഡിക്കൽ ഡോക്ടർ ശിവനാരായണ പിള്ള SU വിഭാഗത്തിലെ സർജനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ജോസ് എന്ന വ്യക്തിത്വം ഇനി മരിക്കും, ഇനി ജീവിക്കത്തില്ല, മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. ഓരോ ദിവസവും ഡോക്ടർമാർ കൊടുക്കുന്ന ചാർട്ട് പേപ്പർ എടുത്തുകൊണ്ട് ഉള്ളൂർ പട്ടണത്തിലെ ഓരോ ധനിക കുടുംബങ്ങൾക്കകത്ത് പോയിട്ട് എൻ്റെ മാതാവിൻ്റെ മെഡിസിന് വേണ്ടി പൈസ യാചിക്കും. ഹല്ലേലൂയ. പക്ഷേ ഇനി മരുന്ന് വാങ്ങിക്കാൻ പോണ്ട, കാരണം മരുന്നിനോട് ഞാൻ പ്രതികരിക്കാത്തവനായി മാറി. അങ്ങനെ മരണത്തെ ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കട്ടിന്റെ കാൽക്കയിരുന്നു കൊണ്ട് എൻ്റെ മാതാവ് യേശുവിനോട് കരയാൻ തുടങ്ങി. എൻ്റെ മാതാവ് യേശുവിനോട് കരയുമ്പോൾ എൻ്റെ മാതാവിനല്ല യേശു വെളിപ്പെട്ടത്, മരണത്തെ കാണുന്ന എൻ്റെ മുമ്പിൽ യേശു വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വതന്ത്രം ചെയ്യുന്നു. യേശു വന്നിട്ട് പറഞ്ഞു, കാര്യമുണ്ട് ജോസേ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, എനിക്ക് നിനക്ക് സൗഖ്യം തരാൻ പറ്റും, പക്ഷേ ഒറ്റ ഉദ്ധംപടിയുള്ളൂ, ഇനി നീ മരിക്കത്തില്ല, ഇനി മരിക്കുന്നത് വരെ നീ എന്നെ പ്രസംഗിക്കണം. ഹല്ലേലൂയ. സ്വതന്ത്രം ചെയ്യുന്നു. 95 മുതൽ പ്രസംഗിക്കാൻ തുടങ്ങി, 29 വർഷമായി. സ്വതന്ത്രം ചെയ്യുന്നു. ഞാൻ സഭയോട് പറയാം, വിദ്യാഭ്യാസം ഇല്ലെന്നേ ഉള്ളൂ, ബൈബിൾ കോളേജ് പഠനവും ഇല്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രസംഗിക്കാനൊന്നും വേണ്ടെന്നേ. സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, സ്വതന്ത്രം ചെയ്യുന്നു. അവൻ ആർക്കും കടക്കാരനല്ല. സ്വതന്ത്രം ചെയ്യുന്നു. അവൻ ആർക്കും കടക്കാരനല്ല. ആമ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ ദൈവത്തിന്റെ മഹത്വം നിന്റെ അകത്തിറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല അപ്പന് നിന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. ആ യേശുവായിട്ട് ഡോക്ടർ മേരി വർഗീസ് സ്വതന്ത്രം ചെയ്യും. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ സൗഖ്യം പ്രാപിച്ചു. പക്ഷെ ഒരു കാല് നഷ്ടപ്പെട്ടു പോയി. മാനസികമായി ചില പ്രയാസങ്ങൾ യുവാക്കന്മാർക്ക് യുവതികൾക്കും ആർക്കായാലും ഉണ്ടാകും, കാല് നഷ്ടപ്പെട്ടവർക്ക്. കാരണം ഇന്ത്യ മഹാരാജ്യത്തിന്റെ പത്മശ്രീ വാങ്ങിച്ചത് പെട്ടിക്കത് വയ്ക്കാനേ പറ്റത്തുള്ളൂ. കൈയും കാലും ഉണ്ടെങ്കിൽ അതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ നിങ്ങളോട് പറയും, എത്ര പണമുണ്ടെങ്കിലും, എത്ര അംഗീകാരമുണ്ടെങ്കിലും, എത്ര പട്ടമുണ്ടെങ്കിലും, നിനക്ക് ആയുസ് ഉണ്ടെങ്കിൽ, നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, അതൊക്കെ നിനക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് തരാൻ കഴിവുള്ളവനാണ് യേശു. അതുകൊണ്ടാണ് നമ്മുടെ പണത്തിലും നമ്മുടെ ആസ്തിയിലും നമ്മുടെ പട്ടത്തിലും നമുക്ക് ഉയരാനൊന്നുമില്ല. നമുക്ക് പ്രശംസിപ്പാനുണ്ടെങ്കിൽ ക്രൂശ് മാത്രമേ ഉള്ളൂ. ആ ക്രൂശിനെ എടുത്തവൻ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ആ ക്രൂശിനെ ഉയർത്തിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അപ്പനും അമ്മയും വിശ്വസ്തയോടെ ക്രൂശുമെന്നാൽ കുറേനക്കാരന്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചതുപോലെ നിന്റെ തലമുറകളെ അനുഗ്രഹിപ്പാ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പക്ഷെ എടുക്കേണ്ടത് ആർക്കെങ്കിലും വേണ്ടിയല്ല എടുക്കേണ്ടത്. വിശ്വസ്തയോടെ ചുമക്കണം, വിശ്വസ്തയോടെ ചുമക്കണം, വിശ്വസ്തയോടെ പ്രാർത്ഥിക്കണം, വിശ്വസ്തയോടെ വേല ചെയ്യണം, വിശ്വസ്തയോടെ ആരാധിക്കണം, വിശ്വസ്തയോടെ നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. നിന്റെ സ്ഥിതി മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. നിന്നെ മാനിപ്പാൻ സർവ്വ ശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുറെ ദിവസം കഴിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ വന്നു. പക്ഷെ വെളിച്ചത്തും കാണാനില്ല പുള്ളിക്കാർത്തിനെ. പുള്ള മനസ്സിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടു. യേശു കിട്ടിയോണ്ട് മരിച്ചില്ല. പക്ഷെ എന്നെ കൂടി ഇനിയൊന്നും കഴിയത്തില്ല എന്നുള്ള നിരാശയോടെ ഇരിക്കുമ്പോൾ വീണ്ടും ഡോക്ടർ പാളിനോട് പരിശുദ്ധ പറഞ്ഞു, നീ മേരിയോട് പോയി പറയണം, നിനക്ക് കാലേ നഷ്ടപ്പെട്ടുള്ളൂ, പക്ഷേ ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്.
ഹല്ലേലൂയ. ഞാൻ ആ പുസ്തകം വായിച്ചിങ്ങനെ കാണുന്നത്, വെല്ലൂർ മെഡിക്കൽ കോളേജ്, അവസിയൻ്റെ മെഡിക്കൽ കോളേജിലെ ചരിത്രത്തിനകത്ത് ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം മേജർ സർജറി ചെയ്യുവാൻ ദൈവം ഈ ഡോക്ടറെ ഉപയോഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാ, എന്തെന്നെ കൊണ്ട് കഴിയില്ലെന്ന് ഞാൻ പറയുന്നുവോ അതിലെന്നെ കഴിവുള്ളവനാക്കി മാറ്റുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ആമേ. എനിക്ക് ജ്ഞാനമില്ലെന്ന് പറയുമ്പോൾ, എനിക്ക് കഴിവില്ലെന്ന് പറയുമ്പോൾ, ഒടുത്തും എത്താതെ എത്തിപ്പിടിക്കാൻ കഴിയാൻ നിൽക്കുന്ന യുവ സഹോദരന്മാരെ, യുവ സഹോദരികളെ, ഞാൻ നിങ്ങളെ നോക്കി ഈ പകലും പ്രവചിക്കുക. ആമ, ഇന്ന് പകൽ നിനക്ക് കഴിയില്ലെന്ന് പറയുന്ന, നിനക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന, ചെന്നെത്താൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന ചില മേഖലകളിൽ ആമ നിന്നെ കൈമാറ്റം ചെയ്യുക, നിന്നെ കൊണ്ടെത്തിക്കാൻ കഴിവുള്ള ദൈവശക്തി ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാല നിന്റെ വിദ്യാഭ്യാസം ഒത്തവണ്ണ, നിന്റെ കഴിവിനൊത്തവണ്ണ ചില മാന്യതകളിലേക്ക്, ചില വാഗ്ദത്ത നിവർത്തീകരണങ്ങളിലേക്ക്, ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് നിന്റെ കരം പിടിച്ചു ചേർത്താൻ കഴിവുള്ളവന്റെ സാന്നിധ്യം ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന തലമുറയെ, പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന യുവതിയെ, നിന്റെ മേൽ അവന്റെ കരം വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. ദൈവത്തിന് കഴിയാത്ത കാര്യമൊന്നും ഇല്ലെന്നേ. നീ പ്രാർത്ഥിയില്ല, നിന്നെ ദൈവം എടുത്തെറിയും. ദൈവം അല്ല പട്ടണങ്ങളെ രാജ്യങ്ങൾ എടുത്തെറിയോ. നീ ഒരു ചിന്തിക്കുക, ഞാൻ എങ്ങനെ ഇവിടെ വന്നത്, ഞാൻ എങ്ങനെ ഈ രാജ്യത്ത് വന്നത്, ഞാൻ എങ്ങനെ ഈ പട്ടണത്തിൽ വന്നത് എന്ന് നീ അതിശയപ്പെടുന്ന വിധത്തിൽ ഒരു ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സ്പർശന നിന്റെ മേൽ വെളിപ്പെടാൻ പോണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൈവസഭ നോക്കി പ്രവചിക്കുകയാണ്. നമുക്ക് പലപ്പോഴും അസാധ്യങ്ങൾ കാണാം, പക്ഷെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. രാജ്യങ്ങളുടെ വാല് നമുക്കിവിടെ തുറക്കാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മെ കരുതുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഹമേ. എൻ്റെ സ്നേഹിതനായ അദ്ദേഹം ഹോട്ടലിലെ മേശ ക്ലീൻ ജോലി ചെയ്യുന്ന ഒരു സഹോദരനാണ്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മേശ, കുറച്ച് ആൾക്കാർ ഫുഡ് കഴിച്ചിട്ട് പോയപ്പോൾ ആ പാത്രം പറക്കി മാറ്റിയിട്ട് ആ മേശ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പേപ്പർ കഷ്ണം ചുരുണ്ട് കിടക്കുന്ന കണ്ട് താഴെ. അദ്ദേഹം ആ പേപ്പർ എടുത്തുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ സമയത്ത് താൻ ആ കിച്ചൻ്റെ അകത്ത് കൊണ്ട് വെച്ച് അത് വായിച്ച് നോക്കിയപ്പോൾ അത് യേശുവിൻ്റെ വചനങ്ങളായിരുന്നു. റോഡിൽ ആരോ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ഇവർ വാങ്ങിച്ചു. ഫുഡ് കണ്ടപ്പോൾ ചുരുട്ടി താഴെയിട്ടിട്ട് അവർ ഫുഡ് കഴിച്ച് അവർ പോയി. അത് ഈ ക്ലീൻ ചെയ്ത ഷാജി അതെടുത്ത് വായിച്ചു. അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരി പായിപ്പാട് ഡിപ്ലോമ ഇൻ തിയോളജി പഠിച്ചു. ശോധന ചെയ്യുന്നു. ഞാനിപ്പം പ്രസംഗിക്കുമ്പോൾ പുള്ളി ഖത്തറിൽ ഒരു ഉന്നതനായിരിക്കുകയാണ്. ശോധന ചെയ്യുന്നു. തൻ്റെ ഭാര്യ അവിടുത്തെ ഒരു നേഴ്സ്, വലിയൊരു ഹോസ്പിറ്റൽ നേഴ്സും, താൻ അവിടുത്തെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനുമായി മാറുക മാത്രമല്ല, മറുഭാഗത്ത് കർത്താവിനെ ഉയർത്തുന്ന, ഖത്തറിൻ്റെ പ്രദേശത്ത് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നൊരു മകനാക്കി ദൈവ കുടുംബത്തെ അനുഗ്രഹിച്ചു. അമ്മ ഞങ്ങൾ ബൈബിൾ കോളേജ് പഠിച്ചെങ്കിൽ അങ്ങോട്ടൊക്കെ പോയി അറിഞ്ഞില്ല. അമ്മ ഭാഗ്യവശാൽ ഞാൻ ആ സഭയിൽ പ്രസംഗിക്കുമ്പോൾ ഓടി വന്നിനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, ഇന്ന ആളല്ലേന്ന്. ഞാനും കരഞ്ഞു, അവനും കരഞ്ഞു. സ്വതം ചെയ്യുന്നു. കാരണം ഇതൊന്നും നമ്മളൊന്നും സ്വപ്നം കണ്ട കാര്യങ്ങളൊന്നും അല്ല. സ്വതം ചെയ്യുന്ന ആമേൻ ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നമ്മൾ ആരെന്നുള്ളതല്ല വിഷയം. നമ്മുടെ കഴിവും നമ്മുടെ അടിസ്ഥാന യോഗ്യതയും നമ്മുടെ പഠിത്തമൊന്നും അല്ല വിഷയം. ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ ആമേ നിന്നെ അവിടെ കൊണ്ടെത്തിക്കാം ദൈവം വിശ്വസ്തനാണ്. ഇതുവരെയും ഒരിടത്തും എത്തിച്ചേരാൻ കഴിയാതെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇന്ന് പകൽ അപ്പൻ്റെ സന്നിധി മുട്ടുമടക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി സഭയോട് പറയാം, മതി യഹോവേ മതി എന്ന് പറയത്തക്ക നിലയിൽ നിന്നെ മാനിപ്പാൻ കഴിവുള്ളവൻ ഇന്ന് പകനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരം ഇന്ന് വെച്ചുടനെയാണ് നിനക്ക് വേണ്ടിനകത്ത് വെളിപ്പെടുകയാണ്.
ഹല്ലേലൂയ. ഞാൻ ആ ഇരമ്യാവിന്റെ പുസ്തകം ഒന്ന് ചെറുതായിട്ട് വിവരിച്ചിട്ട് പെട്ടെന്ന് ഓടി വരാം. സ്വതം ചെയ്യുന്നു. റാഹേൽ മക്കളെ ചൊല്ലി കരയുകയാണ്. റാഹേലിന് ആദ്യം ലഭിച്ച തലമുറയാണ് യോസേഫ് എന്ന് പറയുന്ന മനുഷ്യൻ. ആമേൻ. നല്ല ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു റാഹേൽ. ദൈവത്തോട് കരയുന്ന, ദൈവത്തോട് നിലവിളിക്കുന്ന നല്ലൊരു സ്വഭാവം അവക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇരമ്യാവ് 31:15 ഞാൻ ഇപ്പോൾ പറയുന്നത്. സ്വതം ചെയ്യുന്നു. റാഹേൽ യോസേഫിന് വേണ്ടി ശക്തമായി കരഞ്ഞു. ഹല്ലേലൂയ. യോസേഫിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ ആമേ റാഹേലിൻ്റെ കണ്ണുനീരിൽ കുതിർന്നു വളർന്നവനാണ് യോസേഫ്. യോസേഫിനെ വശീകരിക്കുവാൻ, യോസേഫിനെ സ്വാധീനിക്കാൻ പാപത്തിന്റെ ശക്തികൾക്ക് കഴിയാത്തതിന്റെ കാരണം പുറകിൽ കരയുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. നമുക്കൊന്ന് യോസേഫിനെ ഇന്റർവ്യൂ ചോദിക്കും, യോസേഫ് നീ എങ്ങനെ ഫലമുള്ള വൃക്ഷമായി മാറിയത്? ഉൽപ്പത്തി 49 ഞാൻ പറയുന്നത്. അവിടെ യോസേഫ് പറയൂ, ഇവിടെ കരയുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ, കരയുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ എന്താ ഫലമുള്ളവനായി കോരാത്തത്? സഭ നോക്കി ഞാൻ വിളിച്ചു പറയാ, നീ ഫലമില്ലാത്ത വൃക്ഷമാണോ? നിന്നെ ഫലമുള്ളവനാക്കി മാറ്റണമെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന എവിടെയുണ്ട്? ഈ ചാക്ക എന്നൊരു സ്ഥലത്ത് EBOPC ജോലി ചെയ്യുന്ന 7ാം ക്ലാസ് തോറ്റവൻ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ രക്ഷയെ കൊണ്ടുവരുന്ന പയ്യനെ ഇപ്പം ഈ കോവിഡ് സമയത്ത് രക്ഷപ്പെട്ടു. പ്രൊമോഷൻ വന്നപ്പോൾ 7ാം ക്ലാസ് തന്നെ അവിടെ പ്രൊമോഷൻ കിട്ടും. അവിടെ പാറശാല ഗേൾസ് ഹൈസ്കൂളിൽ പോയി 10ാം ക്ലാസ് എടുത്തു. സ്തോത്രം ചെയ്യുന്നു. തറയും വല അറിഞ്ഞുകൂടെ പാസേ? ആമേ. ഭാര്യയുടെ അനിയത്തിയാണ് പഠിപ്പിച്ചു കൊടുത്തത് തറയും വല എഴുതാൻ വേണ്ടി. സ്വതം ചെയ്യും. എന്നിട്ട് ഇപ്പം കോവിഡ് സമയത്ത് പറസല ഗേൾസ് ഹൈസ്കൂളിൽ പോയിട്ട് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. ഇപ്പോൾ പ്രൊമോഷനും കിട്ടി. മനസ്സിലായവർക്കായി സ്വത്രം. അമേരിക്കയിൽ നിന്ന് പോകണം. ചാക്ക ഇരിപ്പുണ്ട്. ചാക്ക EOPC ഇരിപ്പുണ്ട്. അവൻ സ്വതം ചെയ്യുന്നു. ഇന്ന് നൈറ്റാണ് അവന്. ഇന്നലെ അവർ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. സ്വതം ചെയ്യുന്നു. ഇന്ന് നൈറ്റ് കൂട്ടിയാ വല്ല മനസ്സിലാകുന്നുണ്ട്. ഇതാണ് ഫലമുള്ള വൃക്ഷം എന്ന് പറയുന്നത്. ഇവിടെ ഡബിളമ്മയും കഴിഞ്ഞ് MCOM കഴിഞ്ഞ് BCOM കഴിഞ്ഞിട്ട് നമ്മൾ വായി നോക്കി നടക്കുമ്പോൾ ആമ പ്രാർത്ഥിക്കുന്ന തലമുറ അനുഗ്രഹിക്കപ്പെടും. ചില ഷൂക്കേസിനകത്ത് ഉള്ള ഡിഗ്രി മുഴുവൻ കാണും, പക്ഷെ 10 വയസ്സിൽ നിവൃത്തി കാണത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ കൊണ്ടുവരുന്ന അപ്പനകട്ടോ മനസ്സിലാക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ബുദ്ധിയല്ലെന്ന്, നിന്റെ ജ്ഞാനമല്ലെന്ന്, നിന്റെ പാണ്ഡിത്യമല്ലെന്ന്. ഹല്ലേലൂയ. ആമ ഈ മൊബൈൽ സാധനമുണ്ട്, ഇതിനേക്കാൾ ദൂരെ അറച്ച് കളഞ്ഞിട്ടിരുന്ന് പ്രാർത്ഥിയില് ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ദൈവസം നിലവിളിക്ക് ഉപസിച്ച് പ്രാർത്ഥിയില് ദൈവസം വില കൊടുക്കുക. ആമ നിന്റെ വിദ്യാഭ്യാസത്തിന് അപ്പുറമായി നിന്നെ ഉയർത്താൻ കഴിവുള്ളവൻ, നിന്നെ സഹായിക്കാൻ കഴിവുള്ളവൻ, നിന്നെ കരുതുവാൻ കഴിവുള്ളവൻ ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും കുഞ്ഞ്. പട്ടണങ്ങളുടെ വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുക. ഇന്ന് പൽക്കാലം എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനകത്ത് നാടൊക്കെ പ്രവചിച്ച് പറയുന്നു, നീ ഒന്ന് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം നിന്റെ വിദ്യാഭ്യാസത്തിന് അപ്പുറമായ ഒരു വഴി യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോകുക. ഇന്ന് പൽക്കാല ആ വാക്ക് ഇങ്ങനെ പറയാ, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നെങ്കിൽ ഇന്ന് പൽക്കാലം നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ജോബിന്റെ വഴിയെ എന്റെ തമ്പുരാൻ ഓപ്പണാക്കാൻ പോകുക. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോസേഫ് ഫലമുള്ള വൃക്ഷമായത് എങ്ങനെയാ? യോസേഫ് 17 വയസ്സൊക്കെ ഉള്ളപ്പോഴേ ഇപ്പൊ ഈ പ്രായത്തിൽ നിന്ന് പിടിച്ച കിട്ടുന്ന പ്രായമാ. ആ സമയത്ത് ദർശനമുള്ളവനായിരുന്നു, ദൈവിക ബന്ധമുള്ളവനായിരുന്നു. യോസേഫ് എന്ന വ്യക്തിത്വത്തിന്റെ ഭാവി, വർത്തമാന, ഭൂതകാലം പ്രാർത്ഥനാ മുറിയിൽ കണ്ടവനാണ് യോസേഫ്. ഹല്ലേലൂയ.
സ്വോത്രം സ്വോത്രം സ്വോത്ര. ആമേൻ. അത് ശുശ്രൂഷയ്ക്കകത്തായാലും ഏത് മേഖലയ്ക്കകത്താണെങ്കിലും നീ നാളെ ആരാകുമെന്ന് പ്രവാചകനല്ല പ്രവചിക്കേണ്ടത്. നിന്റെ പ്രാർത്ഥന മുറി നീ ഇരുന്നിട്ട് അപ്പം നിന്നോട് പറഞ്ഞ് നീ കേൾക്കണം. സ്വോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്വോത്രം ചെയ്യുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എന്നെ ഒത്തിരി ക്ലിക്ക് ചെയ്യുന്ന വാക്ക് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. യോസേപ്പ് ഫലപ്രദമായ വൃക്ഷമായി മാറിയതുപോലെ ഇതിനകത്ത് ഫലം കൊടുക്കാൻ കഴിയാതെ ഫലവത്തായി തീരാൻ കഴിയാത്ത ചില ആത്മാവി സൗബന്ധത്തിനകത്ത് കാണുന്നുണ്ട്. ഇന്ന് പകൽ നിനക്ക് വേണ്ടി വഴി വെട്ടി തുറക്ക. ദൈവത്തിനൊരു പ്രയാസമില്ല കുഞ്ഞ്. നീ ദൈവത്തോട് നീ ഉപേക്ഷിക്കണത് ഉപേക്ഷിച്ച്, നീ ത്യജിക്കണത് ത്യജിച്ചിട്ട്, നീ പുറത്തെറിയണത് വലിച്ചെറിഞ്ഞിട്ട് നീ ദൈവത്തെങ്കിലേക്കൊന്ന് മടങ്ങി വന്ന് നീ ദൈവമുഖം അന്വേഷിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ നിന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തി നിന്നെ മാനിപ്പാൻ യഹോവയ്ക്ക് പദ്ധതിയുണ്ട്. നീ നിമിത്തം നിന്റെ കുടുംബം മാനിക്കപ്പെടും. നീ നിമിത്തം നിന്റെ സഭ പിടിപ്പിക്കപ്പെടും. നീ നിമിത്തം നിന്റെ സഹോദരൻ അനുഗ്രഹിക്കപ്പെടും. നീ നിമിത്തം നിന്റെ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഒരുത്തം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുണ്ട്. ശ്യാം പിടിച്ച ബത്ലഹേമിനകത്ത് ഫുഡുപോയി. ദൈവബന്ധമുള്ളതുകൊണ്ട് സ്വതം ചെയ്യുന്നു. ആമയെ കൊല്ലാൻ നോക്കിയവന് ചാക്കിനകത്ത് അയക്കാൻ നോക്കി കുഴിക്കത്തിട്ടവനൊക്കെ തിന്നു കിടക്കുന്നത് ഇപ്പോൾ യോസഫുള്ളതുകൊണ്ടാണ്. എന്താ കാരണം അറിയാമോ? യോസഫിന് വേറെ ഒന്നുമില്ല. പ്രാർത്ഥിക്കും, കർത്താവിന് വല്ലതൊക്കെ പ്രാപിക്കും. അത്രയേ ഉള്ളൂ ഡിഗ്രി. അത് മതിയല്ലോ ഉയരാനും. സ്വതം ചെയ്യുന്നു. അതുകൊണ്ടാണ് ചില ബന്ധവസാർക്ക് ഇപ്പോൾ അതൊന്നും ഇല്ലാത്തത്. പ്രാർത്ഥനയും ഇല്ല, ദൈവം കേൾക്കത്തുമില്ല, പ്രാപിക്കത്തുമില്ല. ഹല്ലേലൂയ. ബാക്കിയെല്ലാം ഉണ്ട്. സ്വതം ചെയ്യുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അത് ദൈവം നമുക്ക് നൽകി തരട്ടെ. ദർശനമുള്ള തലമുറ നമുക്കുണ്ടാകട്ടെ. വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന തലമുറ നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞെന്ന രാമൻ ശബ്ദം കേൾക്കുന്നു. വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരഞ്ഞു കരഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. മക്കളെ കുറിച്ച് കരഞ്ഞു. മക്കളെ കുറിച്ച് കരഞ്ഞു. എൻ്റെ അമ്മ നല്ല പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു. 2 മാസമായി എൻ്റെ മാതാവ് നിത്യതയെ ചേർക്കപ്പെട്ടു. സ്തോത്രം ചെയ്യുന്നു. ആ പ്രിയ മാതാവിൻ്റെ കണ്ണുനീരാണ് ഞാൻ ഒരു സുശേഷകനായി മാറിയത്. 2 മാസം മുമ്പ് വരെ ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു എൻ്റെ മാതാവ്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയാ, ഞാൻ ഒരു സുശേഷകനായിട്ടും എൻ്റെ മാതാവിന് തൃപ്തിയില്ല. അവരെനിക്ക് വേണ്ടി കരയുമായിരുന്നു. ഞാൻ പ്രസംഗിക്കുന്ന സ്റ്റേജിൽ വന്നിരുന്ന് എനിക്ക് വേണ്ടി കരയുമായിരുന്നു. കരയുന്ന അമ്മമാർ, കരയുന്ന അപ്പന്മാർ ഉണ്ടെങ്കിൽ ആ തലമുറ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. പക്ഷെ തലമുറയും കൂടെ അതിന് യോജിച്ച് നിൽക്കാൻ കൂടെ തയ്യാറാകണം. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. യോസേപ്പിന് വേണ്ടി റാഹേൽ കരഞ്ഞു. പാലുകുടിയൊക്കെ മാറിയ സമയത്ത് അടുത്തൊരു തലമുറ ജനിക്കുന്നു. ബെന്യാമിൻ ജനിക്കുമ്പോൾ 2 കാര്യം സംഭവിച്ചു. ഒരു ജനനവും ഒരു മരണവും സംഭവിച്ചു. ബെന്യാമിൻ ജനിക്കുന്നു, റാഹേൽ മരിക്കുന്നു. ആ സമയത്ത് റാഹേൽ ചോദിച്ചു, കുഞ്ഞ് നമ്മൾ സാധനം ചോദിക്കില്ല, ആണോ പെണ്ണെന്നൊക്കെ ചോദിക്കുന്ന പോലെ. ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. സ്വതം ചെയ്യുന്നു. ഞാൻ എൻ്റെ ഭാര്യ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ കുഞ്ഞ് ജനിച്ചപ്പോൾ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ സ്വതം ചെയ്യുന്നു. കാരണം ജനിക്ക് മുമ്പേ കർത്താവ് പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ചോദിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ജനിക്ക് മുമ്പേ പേരുവിട്ട് സ്വതം ചെയ്യുന്നു. ഇളയമ്പോളൊക്കെ 3-4 മാസമായപ്പോഴേ പേരിട്ട് ഞാൻ അക്സാമ്പോളെന്ന്. സ്വതം ചെയ്യുന്നു. അതുകൊണ്ട് ആ ടെൻഷനില്ല. ഹോസ്പിറ്റൽക്കാരെ ചോദിച്ച് ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമില്ല. സ്വതം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ ഉദരത്തിൽ ജനിക്കുന്ന തലമുറ ആരാകുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞു തരും. സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നിങ്ങളതിന് വേണ്ടി സഹായിക്കട്ടെ. റാഹേൽ ചോദിക്കുമ്പോൾ പറയുന്നു, ആൺകുഞ്ഞ് ബെനോനി എന്ന് പറഞ്ഞവൾ നിലവിളിച്ചു, ബെനോനി. യാക്കോബ് ആ കുഞ്ഞിന് പേര് തിരുത്തിയിട്ടു, എന്നുവെച്ചാൽ ക്ലിയർ ചെയ്തിട്ടു. മരണവെപ്രാതി വിളിച്ച വിളിയല്ലേ ബെനോനി എന്ന്. ഹല്ലേലൂയ. മരണ സമയത്ത് വിളിക്കുന്ന വിളിയാ.
യാക്കോബ് ആ മോന് പേരിട്ടു ബെന്യാമിൻ. അവേ മരണപ്രാളത്തെ ഒറ്റ വിളിയ മോനെ ബെനോനി, ആ ഒറ്റ വിളിയ മതിയുന്നേ സ്വർഗം ഇളകി മറിഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന റാഹേലിന്റെ 2 മക്കളാണ് യോസേഫും ബെന്യാമിനും. ഈ 2 ഗോത്രത്തിൽ നിന്ന് ദൈവം പ്രഭുക്കന്മാരെ കൊണ്ടുവന്നു, രാജാക്കന്മാരെ കൊണ്ടുവന്നു. മനസ്സിലാവണം നിങ്ങൾക്ക്. ഒത്തിരി ഒരു കാര്യമൊന്നുമില്ല, സ്വതം ചെയ്യുന്നു. 2 എണ്ണം കിട്ടി, 2 പ്രാർത്ഥനയ്ക്ക് അത് ഊറി വന്നത് കൊണ്ട് ആ 2 ഗോത്രങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. ബെന്യാമിൻ ഗോത്രം യോസേഫ് ഗൃഹത്തെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറെ ഗോത്രങ്ങളില്ല. ഹല്ലേലൂയ. പ്രഭുക്കന്മാരെ ഗോത്രത്തെ പൊങ്ങി വന്നു, രാജാക്കന്മാർ വന്നു, മഹത്തുക്കൾ വന്നു. എന്താ കാരണമെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന തലമുറ വീട്ടിനകത്തുണ്ടെങ്കിൽ ഭവനം വിടുവിക്കപ്പെടും, കുടുംബം അനുഗ്രഹിക്കപ്പെടും, തലമുറ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം ചെയ്യുന്നു. വേറെ റാഹേലിന്റെ യോസേഫിനും ബെന്യാമിനും വേറെ ഒന്നും കൊടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ആ വാക്യം കേട്ട അവൾ എന്ത് ചെയ്തു? കഠിനമായി കരഞ്ഞെന്നല്ല, കഠിനമായി നിലവിളിച്ചു, കഠിനമായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ജീവനോടെ ഇവിടെ നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ റാഹേലിനറിയാം, പാവം എൻ്റെ തലമുറയെ തൊടില്ല, ലോകം എൻ്റെ തലമുറയെ തൊടില്ല. ഇന്ന് അനേക അപ്പനമാര് വിറക്കുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുമോ, കുഞ്ഞുങ്ങൾ തകർന്നു പോകുമോ. ഞാനൊരു അപ്പനാ, എൻ്റെ അകത്ത് ഭയമുണ്ട്. അമ്മ എന്ത് പറഞ്ഞ ദൈവസഭയോട് പറയുക, നമ്മുടെ തലമുറക്ക് തകർന്നു പോകരുത്, നമ്മുടെ തലമുറക്ക് തെറ്റിപ്പോകരുത്, നമ്മുടെ തലമുറക്ക് പരാജയപ്പെട്ടു പോകരുത്, നമ്മുടെ തലമുറക്ക് ബ്ലെസ്സിംഗ് ആയി മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അവൻ എനിക്കിപ്പോഴും ആശ്വാസം കിട്ടിയിരിക്കുന്നത്. അവൻ സ്തോത്രം ചെയ്യുന്നു. അവൻ എൻ്റെ കുഞ്ഞിപ്പോൾ ഡൽഹി എയർപോർട്ടിൽ ഇരിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ലാൻഡ് ചെയ്യും, ഫ്ലൈറ്റ്. സ്തോത്രം ചെയ്യും. അവൻ കഴിഞ്ഞ 5 വർഷക്കാലം ദൈവമൊക്കെ നല്ലവനായിരുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഗ്രാജുവേഷനായിരുന്നു, MBBS ഡോക്ടറായി. 2ാമത്തെ മോൾ ഗ്രാജുവേറ്റ് ചെയ്തു. സ്തോത്രം ചെയ്യുന്നു. അവൾ വരികയാണ്. സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വരെ താമസിക്കുന്നെങ്കിൽ അവൻ 2 മാസത്തിനകം അവൾ മാരേജ് നടക്കാൻ പോയി. ഹല്ലേലൂയ. അമ്മ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പോരാട്ടം തീരാൻ പോയി. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നത്, അമ്മ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അമ്മ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. തന്നോട് അപേക്ഷിക്കുന്നവർക്ക്, തന്നോട് യാചിക്കുന്നവർക്ക് അവൻ വിശ്വസ്ത ദൈവം തന്നെയാണ്. ഒരു നിമിഷം നമ്മളെല്ലാ കണ്ണുകളൊക്കെ ഒന്ന് അടച്ചിട്ട് ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു തീ എൻ്റെ അകത്തൊന്ന് കത്തിക്കണം. ആമേ, പ്രാർത്ഥന അഭിഷേകം നീ എനിക്ക് മടക്കിത്തരണം. ദൈവകൃപയുടെ പുതപ്പെൻ്റെ മേലൊന്ന് ഇടണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മളോട് ഇടപെട്ട വാക്കുകളെ, വചനശീലങ്ങളെ ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ട്, കർത്താവേ, ഞാൻ ഇങ്ങനെ ആകേണ്ടവനല്ല, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിത്വമല്ല, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് എനിക്കൊന്ന് വളർന്നു വരിക. ആമ, എന്നെ ഇത് അപൂർവമായി സമർപ്പിക്കുന്നു. ഒരു കാലത്ത് എൻ്റെ ജീവിതത്തുണ്ടായിരുന്നതും ഇന്നെൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതുമായ, നഷ്ടപ്പെട്ടു പോയതുമായ പ്രാർത്ഥനകളും പ്രാർത്ഥനാ ജീവിതങ്ങളും എനിക്കൊന്ന് മടക്കിത്തരണം കർത്താവേ. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ആരാധന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാഥൻ നമുക്ക് മടക്കിത്തരട്ടെ. റാഹത്തുനി വൈഷമനാദി അപ്തരഘടകം ദിവൽക്കരാധന റാഹത്തുന വൈഷമനാദി. ദൈവ സാന്നിധ്യത്തിനകത്ത് വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യത്തിനകത്ത് വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യത്തിനകത്ത് വ്യാപരിക്കട്ടെ. ഒരു വലിയ ഉണർവല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരാളെങ്കിലും ഇന്ന് പകലൊന്ന് മടങ്ങി വന്ന, ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ പണിതെടുത്ത് നഷ്ടപ്പെട്ട പ്രാർത്ഥനയിലേക്കും നഷ്ടപ്പെട്ട പ്രശ്നത്തിലേക്കും നഷ്ടപ്പെട്ട വെളിപ്പാടിലേക്ക് ഒരു വ്യക്തിയെങ്കിലും മടങ്ങി ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഞാൻ പറയാം, ആ വ്യക്തിയായിരിക്കും നാളത്തെ ഈ സഭയുടെ അഭിമാനം, ആ വ്യക്തിയായിരിക്കും നാളത്തെ ഈ സഭയുടെ അത്ഭുതം. അത് വിദ്യാഭ്യാസ യോഗ്യത വെച്ചല്ല, ഇന്നത്തെ സ്ഥിതിഗതികൾ വെച്ചല്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ ഏറ്റവും ചെറിയവനായിരിക്കും, ഒരുപക്ഷെ ഇവിടെ ഉള്ള കുഞ്ഞുങ്ങളെക്കാൾ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ
വ്യക്തിയായിരിക്കും നീ. ഒരു പക്ഷെ മറ്റുള്ളവർ ആട് കഴിവ് നിനക്കുണ്ടായിരിക്കത്തില്ല, പക്ഷെ മറ്റാർക്കും എത്തിച്ചേരാൻ കഴിയാത്ത തലത്തിൽ നിന്നെ കൊണ്ടെത്തിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഞാനിതൊക്കെ ഒരു മാനുഷിക വാക്കട്ടല്ല പറയുന്നത്. ഇന്നകത്തിക്കുന്ന ചില വ്യക്തികളൊക്കെ ആത്മവിവേചിച്ച് സംസാരിക്കുകയാണ്. ഇന്ന് പൽക്കാലം ഒന്ന് സമർപ്പിക്കപ്പെടാൻ പോഴോ ഒരു തുള്ളി കണ്ണീര് ദൈവസ്ഥലം വീഴ്ത്തി പറപ്പാ, ഞാൻ മടങ്ങി വരുന്ന കർത്താവേ, ഞാൻ പ്രാർത്ഥനയ്ക്ക് സമയം മാറ്റിവെക്കുന്നേക്കാളുപരി മറ്റ് പലതിനു മുമ്പ് ഞാൻ സമയം സ്പെൻഡ് ചെയ്യുകയാണ്. എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ഒരു പ്രാർത്ഥനയ്ക്ക് എന്നെ മടക്കി വരുത്തണമേ, അഭിഷേകത്തിലേക്ക് മടക്കി വരുത്തണമേ. നഷ്ടപ്പെട്ട ദൈവറബിലേക്ക്, നഷ്ടപ്പെട്ട വിശുദ്ധിയിലേക്ക്, നഷ്ടപ്പെട്ട ദൈവസ്നേഹത്തിലേക്ക് നീ എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ ദൈവം നല്ലവനാണ്, ആ ദൈവം വിശ്വസ്തനാണ്, ആ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യോർദാന്റെ ആഴത്തിൽ താണുപോയതുപോലെ പിശാച് പറിച്ചു കളഞ്ഞ ആ ദർശനങ്ങൾ, വെളിപ്പാടുകൾ ഈ പകരം മുറുകെ പിടിച്ചുകൊണ്ട് കയറുക. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്ന് പകനകത്തുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തിനകത്ത് ഇപ്പോൾ കാലം വെളിപ്പെടട്ടെ. അപ്പാ, ഞങ്ങൾ മടങ്ങി വരുന്ന കർത്താവ്, ഞങ്ങൾ മടങ്ങി വരുന്ന കർത്താവ്. നഷ്ടപ്പെട്ട പ്രാർത്ഥന കർത്താവ് ഒരു കാലത്തിന് ജീവിതത്തിലുണ്ടായിരുന്നതോ ഇന്ന് അണഞ്ഞു പോയതുമായ പ്രാർത്ഥന ഞാൻ പറയാം. ദൈവാത്മാവിനോട് പറയുന്നു, നിങ്ങൾ നാളത്തെ അത്ഭുതങ്ങളെ മാറോ, നിങ്ങൾ അതിശയങ്ങളെ കാണുന്നവരായി മാറോ, നിങ്ങൾ അത്ഭുതങ്ങളെ കാണുന്നവരായി മാറോ. ഹല്ലേലൂയ. ബാലസിംഹങ്ങളും ഇരുകെട്ടാതെ വിശന്നിരിക്കോ. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവരുത്താൻ ദൈവം അനുവദിക്കത്തില്ല, ദൈവം അനുവദിക്കത്തില്ല. അമ്മ, ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ഒതുക്കാൻ ഒരു പിശാചിന് കഴിയത്തില്ല. ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ തകർക്കാൻ ഒരു അന്ധകാരങ്ങൾക്ക് കഴിയത്തില്ല. 62ഓളം സിംഹങ്ങള് ആഴ്ചകളോളം പട്ടിക്കിട്ട ശേഷം ആ സിംഹങ്ങളെ കുക്കകത്ത് പ്രാർത്ഥിക്കുന്ന ഒറ്റ കാരണത്താ പ്രാർത്ഥിക്കുന്ന വലിച്ചെറിയുമ്പോ ആമെ സിംഹങ്ങൾക്ക് തൊടാൻ കഴിഞ്ഞില്ല. പ്രാർത്ഥിക്കുന്നവനെ കീറിക്കളയാ സിംഹങ്ങൾക്ക് കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ തകർക്കാ അന്ധകാരങ്ങൾക്ക് കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ തകർക്കാ ഒരു പൈശാചിക ഗോളങ്ങൾക്ക് കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ അതിനെ തകർക്ക. പ്രാർത്ഥിക്കുന്ന സിംഹത്തിന്റെ വായ അടയ്ക്ക്. പ്രാർത്ഥിക്കുന്നവൻ തീരബലത്തേക്ക് എടുത്തു. പ്രാർത്ഥിക്കുന്നവൻ കോട്ടകളെ തകർക്കു. പ്രാർത്ഥിക്കുന്നവന്റെ ദൈവത്തിന്റെ മകത്ത് പിറകെ വരും. പ്രാർത്ഥിക്കുന്നവൻ ജയത്തെ കാണും. പ്രാർത്ഥിക്കുന്നവൻ കുലുങ്ങത്തില്ലെന്ന്. പ്രാർത്ഥിക്കുന്നവൻ വഷളായി പോകില്ല. പ്രാർത്ഥിക്കുന്ന വിശുദ്ധി വിട്ട് പോകില്ല. പ്രാർത്ഥിക്കുന്നവൻ മൂർച്ചയുള്ള ആയുധമാ. പ്രാർത്ഥിക്കുന്ന മൂർച്ചയുള്ള ആയുധമാ. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ പൈശാചിക ശക്തികൾ കുടങ്ങി മറിയാൻ തുടങ്ങും. ഈ പകല പ്രാർത്ഥന അഭിഷേകം നമ്മുടെ അകത്ത് ചലിക്കട്ടെ. ഒരു പ്രാർത്ഥന തീ നമ്മുടെ അകത്ത് ഇറങ്ങട്ടെ. ഒരു പ്രാർത്ഥന തീ നമ്മുടെ അകത്ത് ഇറങ്ങട്ടെ. പ്രാർത്ഥന തീ നമ്മുടെ അകത്ത് ആളി കത്തട്ടെ. അണഞ്ഞു പോയ തീ ആളി കത്തട്ടെ. അണഞ്ഞു പോയ തീ പ്രാർത്ഥനകൾ, ദൈവ കൃപകൾ ഇപ്പൊ ജ്വലിച്ച് തുടങ്ങട്ടെ. ദൈവ സഭയ്ക്കകത്ത് അത് ജ്വലിച്ച് തുടങ്ങട്ടെ. കത്തി തുടങ്ങട്ടെ. പ്രകാശി തുടങ്ങട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിയിനകത്ത് ഇപ്പൊ ചലിക്കട്ടെ. ദൈവകൃപ 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 ജ്വലിപ്പിച്ചെടുക്ക് ജ്വലിപ്പിച്ചെടുക്ക് ജ്വലിപ്പിച്ചെടുക്ക്. നഷ്ടപ്പെട്ട പ്രാർത്ഥന ജ്വലിപ്പീര്. നഷ്ടപ്പെട്ട ദൈവകൃപ ജ്വലിപ്പീര്. നഷ്ടപ്പെട്ട അഭിഷേകം ജ്വലിപ്പിക്കുക. നഷ്ടപ്പെട്ട കൃപാനം ജ്വലിപ്പിക്കുക. നഷ്ടപ്പെട്ട പ്രേയറിലേക്ക് മടങ്ങുക. അഭിഷേകത്തിലേക്ക് മടങ്ങുക. പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. വിശുദ്ധിയിലേക്ക് മടങ്ങുക. പ്രാർത്ഥന ജീവിതത്തേക്ക് മടങ്ങി വരേണ്ട സഭ. ദൈവകൃപ 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 ദൈവം ഒരു ഫയർ ഉണ്ടാകട്ടെ. ആത്മശക്തിനകത്ത് വ്യാപരിക്കട്ടെ. ആത്മതീനകത്ത് ഇറങ്ങട്ടെ. ഓ റബലബ ഷൗഡബലബലബ. ദൈവത്തോട് കര, ദൈവത്തോട് കര. ദൈവമേ, ഒരു പ്രാർത്ഥന മനുഷ്യനാക്കി എന്നെ മാറ്റണം. 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 ഒരു പ്രാർത്ഥന മനുഷ്യനാക്കി എന്നെ മാറ്റണം.
ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഒരു പ്രാർത്ഥന മനുഷ്യനാക്കി എന്നെ മാറ്റണമേ. ഇന്ന് മുതൽ നിങ്ങൾ മണിക്കൂർ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തീയെ ദൈവം നിങ്ങളുടെ അകത്ത് അയക്കുക. എത്ര മണിക്കൂർ പ്രാർത്ഥിച്ച കൊതി തീരാത്ത, എത്ര മണിക്കൂറുകൾ കരഞ്ഞാൽ കൊതി തീരാത്ത, എത്ര മണിക്കൂറുകൾ ദൈവസ്ഥാനം അന്വേഷിച്ച മടുത്തു പോകാത്ത ദൈവ സാന്നിധ്യത്തിന്റെ നിറവ്, പ്രാർത്ഥന തീ, പ്രാർത്ഥന അഭിഷേകം, പ്രാർത്ഥന അഭിഷേകം, പ്രാർത്ഥന അഭിഷേകം, പ്രാർത്ഥന അഭിഷേകം, പ്രാർത്ഥന അഭിഷേകം, പ്രാർത്ഥന അഭിഷേകം. ദിനത്തിലേക്ക് നീ പകരണമേ. ഇന്ന് പ്രാർത്ഥന അഭിഷേകം. ജനം വിടുവിക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധസ്ഥ വിടുവിക്കപ്പെടട്ടെ, എല്ലാ പൈശാചിക പോരുകൾ ഈ പകൽ അടിയട്ടെ, എല്ലാ അന്യാരാധന ബന്ധനങ്ങൾ ഈ പകൽ അടിയട്ടെ, എല്ലാ സാവധാന ഫലങ്ങൾ ഈ പകൽ അടിയട്ടെ, എല്ലാ ദുരാത്മ മണ്ഡലങ്ങൾ ഈ പകൽ അടിയട്ടെ. അഭിഷേക തീ, അഭിഷേകത്തിന്റെ 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 തീ ദൈവ സ്ഥാനത്തെ ചലിക്കട്ടെ. ദൈവകൃപ, ദൈവകൃപ. ചില പ്രാർത്ഥന വീര്യന്മാർ എഴുന്നേൽക്കുന്നതിനകത്ത്, ചില പ്രാർത്ഥിക്കുന്ന സൗകര്യന്മാർ എഴുന്നേൽക്കുക, ചില പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തിനകത്ത് എഴുന്നേൽക്കുക. ഇന്ന് പകൽ ചില പ്രാർത്ഥന വീര്യന്മാരെ ഈ സഭയ്ക്കകത്ത് വാർത്തെടുക്കുക. എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാൽ മടുത്തു പോകാത്ത ഒരു പ്രാർത്ഥന തീ ദൈവമ കൈമാറുക. ഒരു പ്രാർത്ഥന അഭിഷേകത്തെ കൈമാറുക. ആത്മാവിന്റെ ശക്തിനകത്ത് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ ഇതിനകത്ത് കത്തി ജ്വലിക്കട്ടെ. ദൈവ സാന്നിധ്യം, 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 ദൈവ സാന്നിധ്യം. ഇന്ന് പകൽ നിന്റെ സ്ഥിതിയെ മാറ്റുന്ന, നിന്റെ സ്ഥിതിയെ മാറ്റം വരുത്തുന്ന, നിന്റെ പരാജയത്തെ മാറ്റുന്ന അഭിഷേകത്തെ തീ, പ്രാർത്ഥന തീ, പ്രാർത്ഥന തീ. ഇടിഞ്ഞു കിടക്കുന്ന യാഹൂടെ പണിതപ്പോ കർമ്മയുടെ തീ ഇറങ്ങിയെങ്കിൽ ആത്മാവിന്റെ തീ വാന്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ വെച്ച് ഇറക്കിയ ദൈവത്തിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ. നമുക്ക് കണ്ണുകളടയ്ക്കാം. കേൾപ്പിച്ച ദൈവജനത്തിന് മുൻപാകെ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കഴിഞ്ഞ നിമിഷങ്ങളിലൂടെ എല്ലാം പ്രിയ ദേവദാസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്ന കർത്താവ് ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ നമുക്ക് സമർപ്പിക്കാമോ? ആദിമ ദൈവസഭ അവർ പീഡ നേരിട്ടപ്പോൾ, പ്രയാസം നേരിട്ടപ്പോൾ ഒരു മനുഷ്യരോട് തങ്ങളുടെ പ്രയാസങ്ങളെ പറയുന്നതിന് പകരം അവർ ദൈവസന്നിധിയിൽ അവരുടെ ഭാരങ്ങളെ, പ്രയാസങ്ങളെ പകർന്നപ്പോൾ അവർ പ്രാർത്ഥിച്ച ഇടം കുലുങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മളെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം അപ്പോസ്തലന്മാർ അവർ സാമാന്യരായിരുന്നു, പഠിപ്പില്ലാത്തവരായിരുന്നു. എന്നാൽ അവരിലൂടെയാണ് ദൈവം അസാധാരണമായ പ്രവൃത്തികളെ ചെയ്തത്. പ്രാർത്ഥനാ മനുഷ്യരെയാണ് ആദ്യകാലങ്ങളിൽ കർത്താവ് എടുത്ത് ഉപയോഗിച്ചത്. അതുപോലെ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിതതുപോലെ നമ്മുടെ പ്രാർത്ഥന എന്ന യാഗപീഠത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാമോ? ദൈവസഭയായിട്ടുള്ള അവസ്ഥ എന്താണ്? കുടുംബമായിട്ടുള്ള അവസ്ഥ എന്താണ്? വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന എന്ന യാഗപീഠത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ ശോധന ചെയ്യാമോ? അത് ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് നമുക്ക് പണിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർപ്പിച്ചല്ലോ. അതിനുവേണ്ടി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥന ഒരു ആയുധമാണെന്ന് വീണ്ടും കേൾക്കുവാനിടയായല്ലോ. അത് മൂർച്ചയില്ലാത്ത അവസ്ഥയാണെങ്കിൽ, അതിൻ്റെ വായ്ത്തല തേക്കാത്ത അവസ്ഥയാണെങ്കിൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരുമെന്ന് നാം കേട്ടു. പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന അവസ്ഥയല്ല. ഒരു തികഞ്ഞ പ്രാർത്ഥനാ മനുഷ്യരായിട്ട് ദൈവമായിട്ടുള്ള ആഴമായ ഒരു ബന്ധത്തിൽ ജീവിക്കുവാനുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. പ്രാർത്ഥനാ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവമേ ക്ഷമിക്കണമേ, ആ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലേക്ക് ഞങ്ങളെ ദൈവസഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി മടക്കി വരുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാമോ?
ആമേൻ. സ്തോത്രം, സ്തോത്രം. ആ കർത്താവ് റാഹേൽ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2 തലമുറകളെ, ആ ഗോത്രങ്ങളെ ദൈവം അനുഗ്രഹിച്ചു എന്ന് വീണ്ടും കേൾക്കുവാനിടയാവില്ല. മാതാവിൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് നിന്ന മക്കളെയാണ് ദൈവം വിടുവിച്ചത്, അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയതെന്ന് കേൾക്കുവാനിടയായല്ലോ. നമ്മുടെ തലമുറകളുടെ അവസ്ഥകൾക്കെല്ലാം ദൈവം വലിയൊരു വിടുതൽ തരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നൊരു പ്രാർത്ഥനാ മനുഷ്യനാക്കി മാറ്റണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് യാചിക്കാമോ? ദൈവമേ, അനേക മണിക്കൂറുകൾ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രത്യേക നിയോഗ ദൈവകൃപ അതെനിക്ക് തരണമേ. നമുക്ക് ഓരോ വ്യക്തികളായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ക്ഷണം സ്വീകരിച്ച് കടന്നുവന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് ദൈവജനം ശുശ്രൂഷിച്ച പാസ്റ്റർ ജോസ് പളുകൽ അവர்களോട് ദൈവസഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വൈകുന്നേരത്തെ സെഷനിലും കർത്താവ് വളരെ ശക്തിയോട് ഉപയോഗിക്കട്ടെ. തുടർന്ന് നാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വൈകുന്നേരമുള്ള സെഷനുണ്ട്, നാളെയുള്ള സഭാരാധനയുണ്ട്. നമ്മുടെ ജനത്തിൻ്റെ മടക്കി യാത്രകൾ ദൈവഭക്തന്മാരെല്ലാം വീണ്ടും ശക്തിയോടെ എടുത്തുപയോഗിക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ കോശി പണിക്കർ അങ്കിൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവപ്രവൃത്തിക്കായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം. 3-ാമത്തെ ദിവസം കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം. അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം, അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം. ഒരു മാതാവ്, പിതാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അത് നമ്മൾ തൻ്റെ ജീവിതത്തിൽ കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം, പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കുകയും ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരായി കണ്ണുനീരോടെ ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിൻ്റെ മേലും മറുപടി തന്ന് അനുഗ്രഹിച്ച് ഹല്ലേലൂയ നടത്തിയ ചരിത്രങ്ങളാണ് വേദപുസ്തകത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങൾ കാണുവാൻ കഴിയുന്നത്. കർത്താവേ, ആ പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്ക് തരണമേ. നുറുങ്ങിയ ഹൃദയത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാനുള്ള ശക്തിയും ബലവും അടിയങ്ങൾക്ക് തരണമേ. കർത്താവേ, പ്രാർത്ഥനയുടെ മുമ്പിൽ സകല പ്രതിസന്ധികളെയും മാറ്റുവാൻ, സകല അന്ധകാര കോട്ടകളെയും തകർക്കുവാൻ കഴിയുന്നതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനാ ജീവിതം അടിയങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും കൈമാറ്റം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം പറഞ്ഞ കർത്താവ് ദാസനെ ശക്തമായ കരങ്ങൾ ഉപയോഗിച്ചല്ലോ കർത്താവെ. തുടർന്ന് ഇന്ന് ഹല്ലേലൂയ സ്തോത്രം വൈകിട്ട് പ്രാർത്ഥനയിലും ഹല്ലേലൂയ വചന ശുശ്രൂഷയിലും ശക്തമായ കരങ്ങളിൽ ഉപയോഗിക്കുമാറാകണമേ. ഈ സഭയ്ക്കും അടിയങ്ങൾക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. ഞങ്ങളുടെ സഭാശുശ്രൂഷന്മാരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വവും കർത്താവിന് യേശുവിൻ്റെ നാമത്തിന് സ്വർഗീയ പരമപിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. സമാധാനത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. വൈകുന്നേരം കൃത്യം 7 മണിക്ക് തന്നെ വൈകുന്നേരമുള്ള ഉപവാസ പ്രാർത്ഥന സെഷൻ ആരംഭിക്കുന്നതാണ്. പാസ്റ്റർ ജോസ് പളുകൽ അവറുകൾ വൈകുന്നേരമുള്ള സെഷനിൽ ദൈവജനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ എല്ലാവർക്കും കടന്നു വരിക. ആമേൻ.